Good afternoon. Good afternoon. ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ? യെസ്. ഓക്കെ. അപ്പൊ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെ? ബ്ലഡ് ബാങ്ക് ഇൻട്രൊഡക്ഷൻ നോക്കി. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ്, ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള പോയിന്റ്സുകൾ നമ്മൾ പറഞ്ഞു. പിന്നെ ലൊക്കേഷൻ ആണ് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് അല്ലെ? ലൊക്കേഷൻ വരെയല്ലേ പറഞ്ഞത്? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം എന്ന് പറഞ്ഞു. ബ്ലഡ് ബാങ്ക് പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് വിസിബിൾ ആയിരിക്കണം. പിന്നെ അടുത്തത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ഹോസ്പിറ്റൽ, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്നിവയോടൊക്കെ ഏറ്റവും അടുത്തായിരിക്കണം. പിന്നെ അടുത്ത പോയിന്റിൽ പറഞ്ഞത് പ്രത്യേകം എൻട്രി എക്സിറ്റ് പോയിന്റ് വേണം. അതായത് നമ്മുടെ വിശാലമായിട്ടുള്ള ഇടനാഴികളും വെയിറ്റിംഗ് സ്പേസ് ഒക്കെ ഉള്ള പ്രത്യേകം എൻട്രി എക്സിറ്റ് വേണം. അതെന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് ട്രാഫിക് കൺജക്ഷൻ, ട്രാഫിക് തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ അടുത്തത് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞേക്കുന്നത് ഇത് സ്പേഷ്യസ് ആയിരിക്കണം, നല്ല വിശാലമായിരിക്കണം, പക്ഷെ പബ്ലിക് എൻട്രി കുറവായിരിക്കണം അങ്ങോട്ട്. എന്ന് വെച്ചാൽ അവിടുത്തെ ലാബ് ടെക്നീഷ്യന്റെ ഒക്കെ വർക്കിനെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ, അവർക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാത്ത രീതിയിൽ പബ്ലിക് എൻട്രി കുറച്ചുകൊണ്ട് അത് വിശാലമായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, യെസ്. ഷെറിൻ തമ്മിട്ടിട്ടുണ്ട്. ഓക്കെ, അനുഷ ഒക്കെ അജ്മി ഒക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കിയേ, നെക്സ്റ്റ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഓർഗാനോഗ്രാം ആണ്. ഓർഗാനോഗ്രാം ഓർഗാനോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ? ഒരു ഡയഗ്രാം ആണ് അവിടെ പറഞ്ഞേക്കുന്നത്. അതായത് ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ആളുകൾ തമ്മിലുള്ള, ആളുകളോ അല്ലെങ്കിൽ പല ഡിപ്പാർട്ട്മെന്റുകളോ പല അവർക്കുടെ ജോബ് ലെവലുകളൊക്കെ തമ്മിലുള്ള ഒരു റിലേഷൻ കാണിക്കുന്ന ഒരു ഡയഗ്രാം, അതാണ് ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം, നോട്ട് ചെയ്യണമെന്നില്ല, എന്നുവെച്ചാൽ ഡെഫിനിഷൻ ഒന്നും എക്സാമിന് ചോദിക്കില്ല, ഒന്ന് മനസ്സിലാക്കി വെക്കുക. എ ഡയഗ്രാം ദാറ്റ് ഷോസ് the structure of an organization and the relationship between the different people, department and jobs at a different level within that organization. ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ആളുകൾ തമ്മിലോ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലോ അല്ലെങ്കിൽ അവർക്കുടെ ജോബ് ലെവലുകളൊക്കെ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഡയഗ്രമാണ് ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാം, which of the following organogram is correct related to blood bank? അങ്ങനെയായിരിക്കും. ബ്ലഡ് ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ഓർഗാനോഗ്രാം ആണ് കറക്റ്റ്? അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ക്ലിയർ ആയോ? ഞാൻ ഓരോന്നും പറയുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ ആ ഒരു ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ അത് എങ്ങനെ ചോദിക്കാം? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനോഗ്രാം ഈസ് കറക്റ്റ്? താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ഓർഗാനോഗ്രാം ആണ് കറക്റ്റ്? നിങ്ങൾ ഇതിന്റെ ഡീറ്റെയിൽ ഒന്നും നോക്കണ്ട, അതിന്റെ ഓർഡർ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഏറ്റവും ടോപ്പില്, നമ്മുടെ ബ്ലഡ് ബാങ്കിന്റെ ടോപ്പില് ആരാ? മെഡിക്കൽ ഡയറക്ടർ ആണ് ടോപ്പിൽ വരുന്ന മെഡിക്കൽ ഡയറക്ടർ. ഇനി അതിന്റെ തൊട്ട് താഴെ HOD. HODയുടെ എക്സ്പാൻഡഡ് ഫോം ഏതാ? HOD എന്താ? ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് HOD ആണ് വരുന്നത്. ദെൻ അതിന്റെ താഴെ വരുന്നത് ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അതായത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ചീഫ് എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജർ ആണ്. താഴെ കണ്ടോ? ക്വാളിറ്റി മാനേജർ എന്ന്. ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അതായത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ചീഫ് ഇതാരാ? ക്വാളിറ്റി മാനേജർ. അതായിരിക്കും ആ ഒരു ഓർഡർ. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, അതിന്റെ ആ ഓർഡർ ഒന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അതിനകത്ത് ഓർഡർ തെറ്റിച്ച് വരും. ഇപ്പൊ HOD ആദ്യം തരാം, താഴെ മെഡിക്കൽ ഡയറക്ടർ വരാം, എന്നിട്ട് ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ക്വാളിറ്റി മാനേജർ എന്നുള്ളതൊക്കെ അങ്ങനെ ഓർഡർ തരാം. എന്താണ് ഷമീർ? ആ ഓർഡർ നമ്മൾ എന്ത് പറയാ? ഓർഡർ തെറ്റിച്ച് തരും. ഓർഡർ ചെയ്യാൻ മാത്രം പഠിച്ചാൽ മതി, അതിന്റെ ഡീറ്റെയിൽ ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. ഓക്കെ, അപ്പൊ ഓർഡർ നോക്കിയേ: മെഡിക്കൽ ഡയറക്ടർ, HOD, ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ,
താഴെ ക്വാളിറ്റി മാനേജർ. അതിനെ വീണ്ടും നമുക്ക് 2 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് അതിന്റെ ഒരു സൈഡിൽ വരുന്നത് BTO വരുന്നുണ്ട്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. ഇത് എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം കേട്ടോ. എക്സ്പാൻഡ് BTO, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. തൊട്ട് താഴെ ടെക്നീഷ്യൻ, അതിന്റെ താഴെയാണ് എന്താണ് ഷമീർ, എന്താണ് ഡൗട്ട്? ഇപ്പൊ നമ്മൾ പഠിപ്പിക്കുന്നതിൽ ബന്ധപ്പെട്ടാണോ? ഇതൊന്നും അങ്ങോട്ട് ഫിനിഷ് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, BTO അതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്താണ്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. ദെൻ തൊട്ട് താഴെ വരുന്നതാണ് ടെക്നീഷ്യൻ, അതിന്റെ തൊട്ട് താഴെ അസിസ്റ്റന്റ് ടെക്നീഷ്യൻ വരുന്നുണ്ട്. ഇനി അപ്പുറത്തെ സൈഡിൽ നോക്കിയാൽ നമ്മൾ ടെക്നിക്കൽ സൂപ്പർവൈസർ ആണ്, ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അതിന്റെ അപ്പുറത്തെ സൈഡിൽ തന്നേക്കുന്ന ടെക്നിക്കൽ സൂപ്പർവൈസർ. ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിൽ ക്ലർക്ക്, നേഴ്സസ്, PR. PR എന്ന് പറഞ്ഞാൽ പബ്ലിക് റിലേഷൻ ഓഫീസർ, PR. ഓക്കെ, പബ്ലിക് റിലേഷൻ ഓഫീസർ. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ആ ഓർഡർ ഒന്ന് കറക്റ്റ് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. പിന്നെ ഇതിനകത്ത് വേണമെങ്കിൽ ഒരു രീതിക്കും ചോദിക്കാം, ഇപ്പൊ ഹൂ കംസ് അണ്ടർ ടെക്നിക്കൽ സൂപ്പർവൈസർ അങ്ങനെ ചോദിക്കാം. ആ രീതിയിലും അതിന്റെ കീഴിൽ വരുന്നത് ആരെന്ന രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിൽ വരുന്ന ആരാണ്, അല്ലെങ്കിൽ ഹൂ കംസ് അണ്ടർ ടെക്നീഷ്യൻ, ടെക്നീഷ്യന്റെ കീഴിൽ വരുന്നത് ആര്, എന്നിട്ട് ഓപ്ഷൻസ് വേണമെങ്കിൽ തരാം. അസിസ്റ്റന്റ് ടെക്നീഷ്യൻ, ക്ലർക്ക്, നേഴ്സസ്, PRO അങ്ങനെ തരാം. ആരെ എഴുതും നമ്മൾ കറക്റ്റ് ആൻസർ ചെയ്താ? ടെക്നീഷ്യന്റെ കീഴിൽ വരുന്നത് ആരാ? അസിസ്റ്റന്റ് ടെക്നീഷ്യൻ. ഓക്കെ, അസിസ്റ്റന്റ് ടെക്നീഷ്യൻ. ഓക്കെ, ക്ലിയർ അല്ലേ അത്? PRO പബ്ലിക് റിലേഷൻ ഓഫീസർ, PRO. അതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ പഠിക്കാനുണ്ട് കേട്ടോ. ഓരോ ചാപ്റ്റർ വൈസിൽ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ ഒപ്പം ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. PROനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, ഏത് ചാപ്റ്റർ ആണോ? ചാപ്റ്റർ നിങ്ങൾക്ക് 4 സെക്കൻഡ് മൊഡ്യൂളിലെ 4ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ ഇത്. ഫസ്റ്റ് മൊഡ്യൂളിൽ ഞാൻ 2 ചാപ്റ്റർ എടുത്തിട്ടുള്ളൂ. ഇൻട്രൊഡക്ഷൻ എടുത്തു, ഹിസ്റ്ററി എടുത്തു. ഓക്കെ, ഇൻട്രൊഡക്ഷനും ഹിസ്റ്ററിയും. ദെൻ നെക്സ്റ്റ് പിന്നെ ഞാൻ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് വന്ന് അഞ്ചാം എനിക്ക് ഇനി സെക്കൻഡ് ഞാൻ പറഞ്ഞില്ല, ഇനി 4 മുതൽ ഓർഡർ നമ്മൾ എടുക്കുന്ന ചാപ്റ്ററുകളാണ്. അപ്പൊ സെക്കൻഡ് മൊഡ്യൂളിലാണ് എനിക്ക് ചാപ്റ്റർ കൂടുതൽ എടുക്കാനുള്ളത്. PRO പബ്ലിക് റിലേഷൻ ഓഫീസർ, PRO നിങ്ങൾ അവിടെ പഠിക്കൂ ഇനി അത്. പബ്ലിക് റിലേഷൻസ് ഓഫീസർ, പബ്ലിക് റിലേഷൻസ് ഓഫീസർ, RELATIONS, റിലേഷൻസ് ഓഫീസർ. എഴുതിയോ? PRO പബ്ലിക് റിലേഷൻസ് ഓഫീസർ. ഓക്കെ, കഴിഞ്ഞില്ലേ? അപ്പൊ അതിനകത്ത് ഓർഗാനോഗ്രാം നോക്കുക, എന്നിട്ട് പിന്നെ അതിന്റെ കറക്റ്റ് ഓർഗാനോഗ്രാം ഏതാന്ന് ചോദിക്കാം. പിന്നെ അല്ലെങ്കിൽ ഇതിന്റെങ്കിലും കീഴിൽ വരുന്നത് ആരാന്നുള്ള രീതിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മള് ഒരു ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എന്താണ് ഇതിനകത്ത് നമ്മൾ മ്യൂട്ട് ചെയ്തെടുക്കുക. ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു 5 മിനിറ്റോളം എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാനുള്ള സമയമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കണം. എന്നുവെച്ചാൽ ഇവിടെ നമുക്ക് ഓഫീസിൽ നിന്ന് തന്നേക്കുന്ന ഒരു ഇതാണ് എന്നുവെച്ചാൽ ഫുള്ള് മ്യൂട്ട് ചെയ്തെടുക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നവർക്ക് നിങ്ങൾക്ക് ചാപ്റ്ററിന്റെ ലിസ്റ്റ് ഇട്ട് തന്നിട്ടില്ലേ? 4 മൊഡ്യൂൾ തിരിച്ചിട്ടുള്ളത് ഇട്ട് തന്നിട്ടില്ലേ? 4 മൊഡ്യൂൾ തിരിച്ചിട്ടുള്ള ആ ഷീറ്റ് ഇട്ട് തന്നിട്ടില്ലേ? ഇല്ല. ഓക്കെ, അത് ഞാനിവിടെ പറയാം കേട്ടോ. ടെക്നിക്കലിൽ പറഞ്ഞേക്കാം. നിങ്ങൾക്ക് അപ്പൊ അത് ഇട്ട് തരും. ഇട്ട് തന്നിട്ടില്ലെങ്കിൽ എന്തായാലും നമുക്ക് 4 മൊഡ്യൂൾ, അതൊക്കെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതാണല്ലോ, അത് നിങ്ങൾക്ക് ഇട്ട് തരൂ കേട്ടോ. 4 മൊഡ്യൂളാണ്. അതിൽ ഫസ്റ്റ് മൊഡ്യൂളില് ഞാൻ എടുത്ത ചാപ്റ്റർ ആണ് കേട്ടോ.
അല്ലെങ്കിൽ ഡൗട്ട് ആണെന്ന് അല്ലെ. ഓക്കെ, എല്ലാം ഇട്ട് തന്നതാണ്. ഞാനിപ്പോ തന്നെ പറഞ്ഞേക്കാം, നിങ്ങൾക്ക് അത് എടുത്ത് തരും. ഫസ്റ്റ് മൊഡ്യൂളിലെ ഞാൻ എടുത്ത ഒന്നാമത്തെ ചാപ്റ്ററും രണ്ടാമത്തെ ചാപ്റ്ററും ഇൻട്രൊഡക്ഷനും ഹിസ്റ്ററിയാണ്. ക്ലിയർ അല്ലേ? നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് എക്സാം വരുമ്പോൾ ഫസ്റ്റും സെക്കൻഡും കൂടി ഒരുമിച്ച് എക്സാം നടത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് മൊത്തം തീർക്കാൻ നോക്കണ്ട. എനിക്ക് തന്നേക്കുന്ന ചാപ്റ്റർ, ഓരോ ചാപ്റ്റേഴ്സും ഈ മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സ് ടീച്ചേഴ്സ് ഡിവൈഡ് ചെയ്ത് എടുക്കുന്നത്. അപ്പൊ എനിക്ക് ഫസ്റ്റും സെക്കൻഡിലും നമുക്ക് മൊഡ്യൂളിൽ വരുന്നത് ഫസ്റ്റിൽ 2 ചാപ്റ്ററേ ഉള്ളൂ. ബാക്കി ഫുള്ള് നമുക്ക് ഓൾമോസ്റ്റ് ഞാനായിരിക്കും സെക്കൻഡ് മൊഡ്യൂളിലാണ് എനിക്ക് കൂടുതൽ ചാപ്റ്റേഴ്സ് വന്നേക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് 1ഉം 2ഉം ഫസ്റ്റ് മൊഡ്യൂളിൽ ഫസ്റ്റ് ചാപ്റ്റർ എടുത്തു, ഇൻട്രൊഡക്ഷൻ എടുത്തു, ഹിസ്റ്ററി എടുത്തു. ഇനി ഞാൻ നെക്സ്റ്റ് പോയത് സെക്കൻഡ് മൊഡ്യൂളിലെ 4ാമത്തെ ചാപ്റ്റർ ആണ് ബ്ലഡ് ബാങ്ക്. അതാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഞാൻ ഒന്ന് പറയാം കേട്ടോ. അതെ, നിങ്ങൾ ടെക്സ്റ്റ് ഇല്ലേ, നിങ്ങളുടെ ടെക്സ്റ്റ് ഇപ്പൊ എല്ലാവർക്കും കിട്ടിയോ? ടെക്സ്റ്റ് കിട്ടിയോ? ടെക്സ്റ്റ് കിട്ടി. അപ്പൊ ടെക്സ്റ്റിൽ തന്നെ ഇല്ല. ടെക്സ്റ്റ് കിട്ടാത്തവരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതായത് ടീച്ചേഴ്സ് എടുക്കുമ്പോ പറയൂലേ ചാപ്റ്ററുകള്, അപ്പൊ നിങ്ങൾ അതിനകത്തൊന്ന് നോട്ട് ചെയ്താൽ മതി. ഓക്കെ, ടീച്ചേഴ്സ് എടുക്കുമ്പോൾ ചാപ്റ്റേഴ്സ് പറയൂലേ. ആർക്ക് ടെക്സ്റ്റ് ഓൾമോസ്റ്റ് കിട്ടിയില്ല? എല്ലാവർക്കും, കുറച്ച് പേർക്ക് കിട്ടിയുള്ളൂ അല്ലെ? അപ്പൊ അതിനകത്ത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ടാ മതി. ഓക്കെ, അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ ഇവിടെ നിന്ന് അയച്ചു തരും. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളില്, അതായത് നമുക്ക് എക്സാം വൈസിനാണ് ഈ പറയുന്നത് കേട്ടോ. എക്സാമിന് വരുമ്പോൾ നിങ്ങൾക്ക് എക്സാമിന്റെ ഒരു ഇതാ പറയുന്നത്. അതിനകത്ത് 1ാമത്തെ മൊഡ്യൂളില് നമ്മള് വരുന്നത് ഫസ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ. അത് നിങ്ങളുടെ ആ ടെക്സ്റ്റിൽ ആദ്യത്തെ ചാപ്റ്റർ അല്ല, 1ഉം 2ഉം. പിന്നെ നിങ്ങൾ ആ പേജ് നമ്പർ മറിച്ച് നോക്കിയേ, അതിനകത്ത് ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ എടുക്കണേ. അത് ഇന്നലെ പറഞ്ഞതല്ലോ, 28 എങ്ങാണ്ടല്ലേ പേജ് നമ്പർ 28 അല്ലേ? ആ ഒരു ചാപ്റ്റർ എടുത്ത് വെക്കാം. ഓക്കെ, 27 ആണോ? 26, 27 രണ്ടും അയച്ചിട്ടുണ്ട്. ഏതാന്ന് വെച്ചാൽ നിങ്ങൾ അടുത്ത ചാപ്റ്റർ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇതാണെങ്കിൽ ഞാൻ എടുക്കുന്ന ചാപ്റ്റർ നിങ്ങളൊന്ന് എഴുതി വെച്ചാലും മതി. ഓക്കെ, അപ്പൊ എന്റെ പേര് അറിയാലോ, രമ്യ. ഞാൻ എടുത്ത ചാപ്റ്റർ നമ്മള് ഇൻട്രൊഡക്ഷൻ എടുത്തു, ഹിസ്റ്ററി എടുത്തു. പിന്നെ 3ാമത്തെ ഞാൻ എടുക്കുന്ന ചാപ്റ്റർ ബ്ലഡ് ബാങ്ക്. അതാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. അപ്പൊ ഓരോ ടീച്ചേഴ്സും അവർക്കുടെ പേര് എഴുതിയിട്ട് അവരെടുക്കുന്ന ചാപ്റ്റേഴ്സ് നിങ്ങളൊന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ ഓക്കെ, അത് ടെക്സ്റ്റിൽ നിങ്ങൾ അത് പറയുമ്പോൾ ഇപ്പൊ ആരെങ്കിലും ഇതുപോലെ തന്നെ പേജ് നമ്പർ ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്കത് വേഗം ആ പേജ് നമ്പർ എടുത്ത് വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇവിടെ എന്ന് വെച്ചാൽ ഞങ്ങൾ ഇത് ടെക്സ്റ്റ് നോക്കിയല്ലല്ലോ പറയുന്നത്, നമ്മുടെ കയ്യിലിരിക്കുന്ന നോട്ട്സ് ഒക്കെ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ്, വേറൊന്നുമില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ടെക്സ്റ്റില് ഞങ്ങൾ പറയുന്ന ആ ഒരു ചാപ്റ്റർ എടുക്കുക, ടെക്സ്റ്റ് ഉള്ളവര്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അങ്ങനെ കൺഫ്യൂഷൻ ആണെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ടീച്ചേഴ്സിന്റെ പേര് എഴുതിയിട്ട് ആ ടീച്ചേഴ്സ് എടുക്കുന്നത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ടെക്സ്റ്റില് നിങ്ങൾ ആ ചാപ്റ്റർ പറയുമ്പോ ഒന്ന് എടുത്താൽ മതി. ഓക്കെ അല്ലേ? കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കി നമ്മുടെ രീതിക്ക് ഒന്ന് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ ഓരോ ടീച്ചേഴ്സ് എടുക്കുമ്പോൾ നിങ്ങളൊന്ന്, അപ്പൊ നമുക്ക് ഓർഡറോ എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്തില്ലേ എന്നുള്ളതൊക്കെ. ഓക്കെ, ടെക്സ്റ്റില് ആ എടുക്കുന്ന പേജ് പറയുന്ന ചാപ്റ്റർ ഒന്ന് നിങ്ങൾ എടുത്തു വെക്കുക കേട്ടോ. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂളില്, അതായത് നമുക്ക് ടെക്സ്റ്റിൽ ആദ്യത്തെ 2 ചാപ്റ്റർ, അതാണ് പറഞ്ഞത് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞത്. ആദ്യത്തെ 2 ചാപ്റ്റർ ഞാൻ ഇൻട്രൊഡക്ഷൻ ഹിസ്റ്ററി. നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ ആണ് ഇത് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 3ാമത്തെ ചാപ്റ്റർ നമ്മൾ എടുക്കണേ. അത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, അവിടെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? 3ാമത്തെ ചാപ്റ്റർ നമ്മൾ എടുക്കണേ. എന്റെ പേര് എഴുതി വെച്ചിട്ട് കറക്റ്റ് ചെയ്ത് വെച്ചോ. ഓക്കെ, അടുത്ത ചാപ്റ്റർ പറയുമ്പോൾ നിങ്ങൾ അവിടെ അടുത്ത ചാപ്റ്ററിന്റെ പേര് അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ,
ഇനിയിപ്പോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എക്സാമിനെ സംബന്ധിക്കുന്നു. എക്സാമും ഒക്കെ ആവുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മൾ ചാപ്റ്റർ തുടങ്ങിയല്ലേ ഉള്ളൂ, അപ്പത്തേക്ക് ഇവിടെ നിന്ന് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ഇട്ട് തരും കേട്ടോ. ഓക്കെ, എക്സാമിന്റെ കാര്യങ്ങളൊക്കെ നിഷ മാം നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് അതൊക്കെ ഇനിയിപ്പോ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ എല്ലാവരും തന്നെ അറ്റൻഡ് ചെയ്തെന്നാ പറഞ്ഞത്. എക്സാം ആകുമ്പോഴത്തേക്കും അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇട്ട് തരും. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോ ഇത്ര ചെയ്ത് വെക്കുക. ഓരോ ടീച്ചേഴ്സും എടുക്കുന്ന ചാപ്റ്റേഴ്സ് ഒന്ന് നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, യെസ്. അപ്പൊ നോക്കി, അപ്പൊ നമ്മള് ഇതിന്റെ യെസ് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആട്ടോ. ഇനി നോക്കിയേ, വാട്ട് ആർ ദ ടെസ്റ്റ് ആർ ഡൺ ഇൻ ബ്ലഡ് ബാങ്കിങ്. ബ്ലഡ് ബാങ്കിങ്ങില് ഏതൊക്കെ ടെസ്റ്റുകളാണ് നമ്മൾ നടത്തുന്നതെന്നുള്ളത്. ഓക്കെ, ബ്ലഡ് ബാങ്കില് ഏതൊക്കെ ടെസ്റ്റുകളാണ് നടത്തുന്നത് നോക്കിയേ. A certain set of preliminary tests are done in the lab once the blood is donated. നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ പ്രിലിമിനറി ടെസ്റ്റുകൾ ഏതൊക്കെയാ. നമ്മുടെ നമുക്ക് ഏജ് 80 to 65 അതിന്റെ ഇടയിലായിരിക്കണം. പിന്നെ അടുത്തത് എന്താ പറഞ്ഞത്, നമുക്ക് അതിനാവശ്യത്തിലുള്ള ബ്ലഡ് ഉണ്ടാവണം അല്ലെ. നമ്മളെ ബോഡി അതിന് ഫിറ്റ് ആണോ, ഫിസിക്കലി മെന്റലി അവര് സ്ട്രോങ് ആയിരിക്കണം, ആവശ്യത്തിനുള്ള ബ്ലഡ് ഉണ്ടോ എന്നൊക്കെയുള്ള പ്രിലിമിനറി ടെസ്റ്റുകൾ ബ്ലഡ് ബാങ്കിൽ ചെയ്യും. ബ്ലഡ് നമ്മൾ കൊടുക്കുമ്പോൾ. ബട്ട് എന്നാൽ വെയിറ്റ് 45 kg മുകളിലായിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെയാണ് പ്രിലിമിനറി ടെസ്റ്റിൽ വരുന്നത്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞാണ്. ബട്ട് നോട്ട് റെസ്ട്രിക്റ്റഡ് ടു ദ ഫോളോയിങ്. പക്ഷേ എന്താണ്, റെസ്ട്രിക്ഷൻ ഇല്ല. ബട്ട് നോട്ട് റെസ്ട്രിക്റ്റഡ് ടു ദ ഫോളോയിങ് എന്താണ്, ഇതിന് റെസ്ട്രിക്ഷൻ ഇല്ല. ഈ ടെസ്റ്റുകൾക്കും ഒരു നിയന്ത്രണവും ഇല്ല. അതായത് ഇതും ചെയ്യണം, അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്രിലിമിനറി ടെസ്റ്റുകളുടെ ഒപ്പം ഈ ടെസ്റ്റുകൾ കൂടി ബ്ലഡ് ബാങ്കിൽ ചെയ്യണം. അതിനകത്ത് ഫസ്റ്റ് വരുന്നതാണ് ABO ഗ്രൂപ്പ്, ബ്ലഡ് ടൈപ്പ്. ഓക്കെ, ബ്ലഡ് ഗ്രൂപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഏതൊക്കെയാണ് ബ്ലഡ് ഗ്രൂപ്പ് എന്നുള്ളത് അറിയാലോ ഇല്ലേ? എല്ലാവർക്കും ഗ്രൂപ്പ് അറിയാം. ഏത് ഗ്രൂപ്പാണ്? പ്രധാനമായിട്ടും നമ്മൾ 4 ഗ്രൂപ്പ് ഏതൊക്കെയാണ്? ഗ്രൂപ്പ് A ഉണ്ട്, B ഉണ്ട്, AB ഉണ്ട്, O ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ 4 ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളത് നമുക്ക്. ഓക്കെ, മെയിൻ ആയിട്ട് 4 ബ്ലഡ് ഗ്രൂപ്പ്. അഞ്ചാമത്തെ ഒരു റയർ ഗ്രൂപ്പ് ബോംബെ ഗ്രൂപ്പ് എന്ന് പറയുന്നുണ്ട്. അത് 1,00,000 പേരിലൊക്കെ ഒരാൾക്കൊക്കെ വരുന്നതാണ്. നമ്മുടെ ഫസ്റ്റ് ബാച്ചിലുണ്ടായിരുന്ന ഒരു കുട്ടിയുടെ മോന് ഇതായിരുന്നു എന്ന് പറഞ്ഞു. ഇത്രയും ബാച്ചുകളായിട്ട് വേറെ ആരും ഇൻഫോം ചെയ്തില്ല. ഞാൻ ആരോടെങ്കിലും ചോദിക്കാറുണ്ട്, നിങ്ങളുടെ റിലേഷൻ ഒന്നും അങ്ങനെ കേട്ടിട്ടുണ്ടോ ബോംബെ ഗ്രൂപ്പ്? ബോംബെ ഗ്രൂപ്പ് ഇല്ല അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ 4 ഗ്രൂപ്പ് ABO. ഇനി കുറച്ച് കാര്യങ്ങൾ ജനറൽ ആയിട്ടുള്ളതാണ്, നിങ്ങൾ നോട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ എക്സാമിന് ഇതിന് ചോദിക്കാറുണ്ട്. ഏത് ബ്ലഡ് ഗ്രൂപ്പാണ് യൂണിവേഴ്സൽ ഡോണർ, യൂണിവേഴ്സൽ റെസിപ്പിയന്റ്, ആന്റിജൻ ഏതാ, ആന്റിബോഡി ഏതാന്നൊക്കെ ഈ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഒരു കാര്യം അവിടെ ചെയ്യണം. നിങ്ങളുടെ ടെക്സ്റ്റ് ഇല്ലേ, നിങ്ങളുടെ ടെക്സ്റ്റ് ഉള്ള ഒരു ടെക്സ്റ്റ് എഴുതുക. ടെക്സ്റ്റ് ഇല്ലാത്ത ഒരു നോട്ടില്, ഒരു ബുക്കില് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പെട്ടെന്ന് എഴുതണം കേട്ടോ. നിങ്ങൾ ഒരു 5 ടേബിളും 5 റോയും വരച്ച് പെട്ടെന്ന്. സ്കെയിലും പെൻസിലും ഒന്നും വേണ്ട, പേനയും കൊണ്ട് തന്നെ വെറുതെ ഒന്ന് റഫായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കാം മാത്രം. ഓക്കെ, വരച്ചില്ലേ? അതിനകത്ത് ഏറ്റവും മുകളില് നമ്മള് എന്നിട്ട് 5 ടേബിൾ വരയ്ക്കാൻ പറഞ്ഞു, 5 കോളം വരയ്ക്കാൻ പറഞ്ഞു. ഏറ്റവും ടോപ്പില് ഗ്രൂപ്പ് എഴുതാം കേട്ടോ. ബ്ലഡ് ഗ്രൂപ്പ് എന്ന് എഴുതാം. ഗ്രൂപ്പ് പെട്ടെന്ന് ചെയ്യണം കേട്ടോ. ബ്ലഡ് ഗ്രൂപ്പ് എഴുതാം. ഏതൊക്കെ ഗ്രൂപ്പാ നമുക്കുള്ള? 4 ഗ്രൂപ്പുകൾ ഉണ്ട്. അത് നേരെ എഴുതാം. ഒന്നാമത്തെ ഇതിലേക്ക് എഴുതാം. ഗ്രൂപ്പ് എന്നുള്ളതിന്റെ താഴെ എഴുതാം ABO. 4 ഗ്രൂപ്പ് 4 കോളത്തിൽ എഴുതാം. അപ്പൊ ആദ്യത്തെ കോളം കംപ്ലീറ്റ് ആയില്ലേ? ഗ്രൂപ്പ് എന്ന് എഴുതി അതിന്റെ താഴെ എഴുതി
ബി, എ, ബി, ഒ. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് തൊട്ട് താഴെ ആന്റിജൻ എഴുതാം. ANTIGEN, ആന്റിജൻ. ആന്റിജൻ ഓരോ ഗ്രൂപ്പുകാരും, അതായത് നമുക്ക് 2 ആന്റിജനുള്ള. ആന്റിജൻ എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ പ്രതികരണങ്ങളെ പ്രചോദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് ആന്റിജനുകൾ. രോഗപ്രതിരോധ പ്രതികരണങ്ങളെ പ്രചോദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് ആന്റിജൻ എന്ന് പറയുന്നത്. ആൻഡ് ആന്റിജൻ ഈസ് എ ഫോറിൻ സബ്സ്റ്റൻസ് വിച്ച് ഇൻഡ്യൂസ് ആൻ ഇമ്മ്യൂൺ റെസ്പോൺസ് ഇൻ ദ ബോഡി. അപ്പൊ എന്താണ്, അപ്പൊ ഓരോ ഗ്രൂപ്പിനും, അതായത് നമുക്ക് 2 ആന്റിജനാണ് നമുക്കുള്ളത്. ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. അതായത് ഈ ആന്റിജന്റെ പ്രസൻസ് നോക്കിയിട്ടാണ് ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. മനസ്സിലായോ? ആന്റിജന്റെ പ്രസൻസ് നോക്കിയിട്ടാണ്. അതായത് ഇപ്പൊ എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആന്റിജൻ എ പ്രസന്റ് ആയിരിക്കും. ആന്റിജൻ എ ഉണ്ടെങ്കിൽ അവരേതാ? എ ഗ്രൂപ്പ്. അപ്പൊ ഈ ആന്റിജനുകളുടെ പ്രസൻസ് നോക്കിയിട്ടാണ് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് ആയിട്ട് തിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ ആന്റിജനുകളുടെ പ്രസൻസ് നോക്കിയിട്ടാണ് ബ്ലഡ് ഗ്രൂപ്പ് തിരിക്കുന്നത്. അതായത് ഇപ്പൊ എന്റെ ബ്ലഡില് ആന്റിജൻ എ ആണെങ്കിൽ ഏതാണ്? എ ഗ്രൂപ്പ് ആണ്. ഇനി ആന്റിജൻ ബി ഉള്ളവർ ഏത് ഗ്രൂപ്പാ? ബി ഗ്രൂപ്പ്. ഇനി 2 ആന്റിജൻ ഉള്ളവരാണ് എ ബി ഗ്രൂപ്പ്. ഇനി ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഒ ഗ്രൂപ്പ്. എക്സാമിന് ചോദിക്കും ഏത് ഗ്രൂപ്പിനാണ് ആന്റിജൻ ഇല്ലാത്തത്. ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? ഒ ഗ്രൂപ്പ്. ക്ലിയർ ആയോ? അപ്പൊ ആന്റിജൻസിന്റെ പ്രസൻസ് ആണ് ബ്ലഡ് ഗ്രൂപ്പ് ആക്കി തിരിക്കുന്നത്. ആന്റിജൻ എ ഉണ്ടെങ്കിൽ എ ഗ്രൂപ്പ്, ബി ആണെങ്കിൽ ബി ഗ്രൂപ്പ്. 2 ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ടെങ്കിൽ എ ബി ഗ്രൂപ്പ്. ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പാണ് ഒ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ നിങ്ങൾ ആ 2ാമത്തെ കോളത്തിലേക്ക് വന്നേ. ആന്റിജൻ എ, ഗ്രൂപ്പ് എ, അതിന്റെ നേരെ നമ്മൾ എഴുതി വെച്ചില്ലേ മുകളിൽ ആന്റിജൻ എഴുതിയില്ലേ? ANTIGEN, ആന്റിജൻ. അപ്പൊ ഗ്രൂപ്പ് എന്റെ നേരെ ആന്റിജൻ ഏതാണ് അവർക്കുള്ളത്? ആന്റിജൻ എ എഴുതാം. ഗ്രൂപ്പ് ബി, ബി ഗ്രൂപ്പുകാർക്ക് ഏത് ആന്റിജനുള്ള? ആന്റിജൻ ഏതാണ്? ബി ഗ്രൂപ്പുകാർക്ക് ഏത് ആന്റിജനുള്ള? ബി. ഓക്കെ, വെരി ഗുഡ്. ബി. ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതാം കേട്ടോ. നിങ്ങൾ ബുക്കിലേക്ക് എഴുതുമ്പോൾ ക്യാപിറ്റൽ എഴുതാം ബി എന്നുള്ളത്. ഇനി എ ബി ഗ്രൂപ്പുകാർക്ക് അപ്പൊ എന്ത് വേണം? 2 ആന്റിജനും വേണം അല്ലേ? 2 ആന്റിജനും ഉള്ള ഗ്രൂപ്പാണ് എ ബി ഗ്രൂപ്പ്. എ ബി ഗ്രൂപ്പുകാർക്ക് 2 ആന്റിജനും ഉണ്ട്. ആന്റിജൻ എ ഉണ്ട്, ആന്റിജൻ ബി ഉണ്ട്. അപ്പൊ എഴുതാ എ ബി എന്ന് ഒരുമിച്ച് എഴുതരുത് കേട്ടോ. ആന്റിജൻ എ കോമ ബി അങ്ങനെ എഴുതാം. എ ബി ഗ്രൂപ്പുകാർക്കുടെ ആന്റിജന്റെ നേരെ എഴുതുക എ കോമ ബി എന്ന് എഴുതാം. ഓക്കെ, എ കോമ ബി. ഇനി അടുത്ത ഒ ഗ്രൂപ്പ്. അവിടെ എന്തെടുക്കും നമ്മൾ? നിൽ. ഇല്ല, ആന്റിജൻ ഇല്ല. ഓക്കെ, വെരി ഗുഡ്. നിൽ, നോ ആന്റിജൻ. ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ്. അവിടെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ല നിങ്ങൾക്ക്? ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ഒ ഗ്രൂപ്പ്. ആന്റിജൻ എ ആണെങ്കിൽ ഏത് ഗ്രൂപ്പാണ്? എ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം, ആന്റിജൻ പ്രസന്റ് ഇൻ ഗ്രൂപ്പ് ബി ഏതായതും? ബി. ഓക്കെ, ആന്റിജന്റെ പ്രസൻസ് നോക്കിയിട്ടാണ് ബ്ലഡ് ഗ്രൂപ്പ് തിരിക്കുന്നത്. അപ്പൊ ആ കോളം ഫിനിഷ് ആയില്ലേ? ആന്റിജൻ എന്നുള്ള കോളം ഫിനിഷ് ആയില്ലേ? ഓക്കെ, എല്ലാവർക്കും കഴിഞ്ഞില്ലേ? 2 കോളം ഫിനിഷ് ആയി. ഓക്കെ, ആരെങ്കിലും ഫിനിഷ് ആവാത്ത ഉണ്ടോ ഇനി? അത് ഇല്ലല്ലോ. ഓക്കെ, ഇനി അടുത്ത 3ാമത്തെ കോളത്തിന്റെ മുകളിൽ നമ്മൾ എഴുതുക ആന്റിബോഡിയാണ്. എഴുതിക്കോ, ആന്റിബോഡി. ANTIBODY, ആന്റിബോഡി. ആന്റിബോഡി. ആന്റിബോഡി എന്ന് വെച്ചാൽ ഈ ആന്റിജനുകളുടെ പ്രവർത്തനത്തിനെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെടുന്ന മാംസ്യങ്ങളാണ് ആന്റിബോഡികൾ. നമ്മുടെ ശരീരത്തിലുള്ള ആന്റിജനുകളുടെ പ്രവർത്തനത്തിനെതിരെ അതിനെ പ്രതികരിക്കുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെടുന്ന മാംസ്യങ്ങളാണ് ആന്റിബോഡി. ആൻഡ് ആന്റിബോഡി ഈസ് എ പ്രോട്ടീൻ പ്രൊഡ്യൂസ്ഡ് ബൈ യുവർ ഇമ്മ്യൂൺ സിസ്റ്റം ടു അറ്റാക്ക് ഫൈറ്റ് ഓഫ് ദീസ് ആന്റിജൻ. ആന്റിജനുകളുടെ പ്രവർത്തനത്തിനെതിരെ പ്രതികരിക്കുന്നതിന് നിർമ്മിക്കപ്പെടുന്ന മാംസ്യങ്ങളാണ് ആന്റിബോഡികൾ. അപ്പൊ ഇനി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഫസ്റ്റ് നമ്മൾ ആ കോളത്തിൽ എഴുതിയത് ഗ്രൂപ്പ്, ഓരോ ഗ്രൂപ്പ് എഴുതിയത് അല്ലെ? എ എന്നുള്ളത് ആ ഫസ്റ്റ് നമ്മൾ റോ എടുത്തേ, അതിനകത്ത് ഗ്രൂപ്പ് എ എന്ന് എഴുതി. അതിന്റെ നേരെ ആന്റിജൻ ഏതായിരുന്നു? ആന്റിജനെ. ഇനി ശ്രദ്ധിക്കാം, അവർക്കുടെ ആന്റിബോഡി ഏതാണ്? അത് ആന്റിജൻ എ ആണെങ്കിൽ അവർക്കുടെ ആന്റിബോഡി നേരെ ഓപ്പോസിറ്റ് എഴുതിയാൽ മതി. ഏതാ? ബി ആയിരിക്കും. ഒരിക്കലും ശ്രദ്ധിച്ച എല്ലാവരും, ഒരിക്കലും ഒരേ ആന്റിജനും ഒരേ ആന്റിബോഡിയും വരൂല.
സെയിം ആന്റിജനും സെയിം ആന്റിബോഡിയും വരില്ല. അത് അഗ്ലൂട്ടിനേഷൻ എന്ന് പറഞ്ഞ ബ്ലഡ് ക്ലോട്ട് ആവുന്ന ഒരു സംഭവം അതിലേക്ക് വരും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കാം, ആന്റിജൻ ഏതാണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആന്റിബോഡി. അപ്പൊ നോക്കിയേ, ഗ്രൂപ്പ് എ എന്ന് എഴുതിയതിന്റെ നേരെ ആന്റിജനെ എഴുതി. അപ്പൊ അവർക്ക് നേരെ എഴുതും ആന്റിബോഡി ഏതാ? ബി. ആന്റിബോഡി ബി. ഇനി ഇവിടെ നോക്കിയേ, ബിയുടെ നോക്കിയേ, വേണ്ട ഡെഫിനിഷൻ ഒന്നും വേണ്ട കേട്ടോ. ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഡെഫിനിഷൻ എക്സാമിന് ഡെഫിനിഷൻ ആയിട്ട് ചോദിക്കില്ല, ഉള്ളി ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒന്ന് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഇനി നോക്കിയേ, ബി ഗ്രൂപ്പുകാർക്കുടെ ആന്റിജൻ ഏതാ? ബി ആണ്. ബി ഗ്രൂപ്പുകാർക്കുടെ ആന്റിജൻ ഏതാണ്? ബി ആണ്. ആന്റിജൻ ബി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ബി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ബി ആണ്. അപ്പൊ അവർക്കുടെ ആന്റിബോഡി ഏത് വരും? ആന്റിബോഡി ഏതായിരിക്കും? എ. നേരെ ഓപ്പോസിറ്റ് എഴുതാം. ആന്റിജൻ എ ആണെങ്കിൽ ആന്റിബോഡി ബി ആയിരിക്കും. ആന്റിജൻ ബി ആണെങ്കിൽ ആന്റിബോഡി എ ആയിരിക്കും. നേരെ ഓപ്പോസിറ്റ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഗ്രൂപ്പ് ബിയുടെ ആന്റിജൻ എ, ആന്റിബോഡി അല്ല, ഗ്രൂപ്പ് ബിയുടെ ആട്ടോ, ബിയുടെ ആന്റിജൻ ബി ആണ്. അപ്പൊ അവർക്കുടെ ആന്റിബോഡി എ ആണ്. ആന്റിബോഡി എ. ക്ലിയർ അല്ലേ? ആന്റിജന്റെ നേരെ ഓപ്പോസിറ്റ് എഴുതിയാൽ മതി. ഗ്രൂപ്പ് എ ആന്റിജൻ എ, ആന്റിബോഡി ബി. ഗ്രൂപ്പ് ബി ആന്റിജൻ ബി, ആന്റിബോഡി എ. ഇനി നോക്കിയേ, എ ബി ഗ്രൂപ്പ് ആണ്. അപ്പൊ അവർക്ക് നോക്കി 2 ആന്റിജൻ ഉണ്ട് അവിടെ. അപ്പൊ നമുക്ക് ഏതെങ്കിലും ആന്റിബോഡി വരാൻ പറ്റുമോ? ഇല്ല, ആന്റിബോഡി ഇല്ല. നോ ആന്റിബോഡി അല്ലെ? നിൽ. അവിടെ നിൽ എന്ന് എഴുതാം, ആന്റിബോഡി ഇല്ല. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ടല്ലോ, ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? എ ബി ഗ്രൂപ്പ്. എന്താണ് അമൃതയ്ക്ക് മനസ്സിലായില്ലേ? ഏതാണ് പറയാൻ പറഞ്ഞത്? നമ്മളിപ്പോ എഴുതിയത് ഏതാണ്? ഗ്രൂപ്പുകൾ എഴുതി, അതിന്റെ ആന്റിജൻ എഴുതി, ആന്റിബോഡി എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഗ്രൂപ്പ് ഞാൻ പറഞ്ഞു. ആന്റിജൻ എ എന്ന് പറഞ്ഞു. ആ ഗ്രൂപ്പാണ് ആദ്യത്തെ കോളത്തിൽ എഴുതിയത്. എ ഗ്രൂപ്പ്, അവർക്കുടെ ആന്റിജൻ ഏതാ? എ. ബി ഗ്രൂപ്പ് ആന്റിജൻ ബി. എ ബി ഗ്രൂപ്പ് ആന്റിജൻ രണ്ടും ഉണ്ട്, എ കോമ ബി. ഒ ഗ്രൂപ്പിന് ആന്റിജൻ ഇല്ല. ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ് ഒ. ഇനി അടുത്ത കോളത്തിൽ, മൂന്നാമത്തെ കോളത്തിൽ നമ്മൾ അവർക്കുടെ ആന്റിബോഡി എഴുതുന്നത്. അതായത് ആന്റിജൻ എ ആണെങ്കിൽ ആന്റിബോഡി തിരിച്ചായിരിക്കും. ഏതാ? ബി എന്ന് പറഞ്ഞു. ഇനി ആന്റിജൻ ബി ഉള്ളവർക്കുടെ ആന്റിബോഡി ഏതാ? ബി ഗ്രൂപ്പുകാർക്ക് ആന്റിജൻ ബി ആണ്, ആന്റിബോഡി എ ആണ്. തിരിച്ചെഴുതാം, എ. ഇനി എ ബി ഗ്രൂപ്പുകാർക്ക് നോക്കിയേ, എ ബി ഗ്രൂപ്പുകാർക്ക് ആന്റിജൻ എയും ഉണ്ട് ബിയും ഉണ്ട്. അപ്പൊ ആന്റിബോഡി ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, ആന്റിബോഡി ഇല്ലാത്ത ഗ്രൂപ്പ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ആന്റിബോഡി, അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ പറയുന്നത്. ഈ ഒരു ടേബിളിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ടേബിൾ അത് ഷോർട്ട് ചെയ്ത് നമ്മൾ എഴുതുന്നതാണ്. ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതാതെ ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നോക്കിയാ, ആന്റിബോഡി ഇല്ല. ആന്റിബോഡി ഇല്ലാത്ത ഗ്രൂപ്പ് ഏതാണ്? എ ബി ഗ്രൂപ്പ്. ഇനി നോക്കാം, ഓ ഗ്രൂപ്പിന് അവർക്ക് ആന്റിജൻ ഇല്ല അല്ലെ? ആന്റിജൻ ഇല്ല. അപ്പൊ ആന്റിബോഡി ഏതൊക്കെ വരാം? ആന്റിബോഡി എയും വരാം, ബിയും വരാം, കുഴപ്പമില്ല. ഓക്കെ, ആന്റിബോഡി എ കോമ ആന്റിബോഡി ബി, 2 ആന്റിബോഡിയും വരാം. ക്ലിയർ അല്ലേ? അപ്പൊ 3 കോളം എല്ലാവർക്കും ഫിനിഷ് ആയല്ലോ. ക്ലിയർ ആണ് അല്ലെ? ഇനി അടുത്ത 4ാമത്തെ കോളത്തിൽ വേഗം എഴുതാം. മുകളിൽ ഡോണേഴ്സ് എന്ന് എഴുതാം. ഡോണേഴ്സ്, DONORS, ഡോണേഴ്സ്. DONORS. ഡോണർ എന്ന് പറഞ്ഞാൽ ആരാ? ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ ചെയ്യുന്നവര്, ദാനം ചെയ്യാൻ കഴിയുന്നത്. ആർക്കൊക്കെ ബ്ലഡ് ഇവർക്ക് കൊടുക്കാൻ പറ്റും? ഡൊണേറ്റ് ചെയ്യാം. ഓരോ ഗ്രൂപ്പുകാർക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. എന്റെ ഗ്രൂപ്പ് എ ആണ്, അപ്പൊ എനിക്ക് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും? ഓക്കെ, അപ്പൊ ഓരോരുത്തരും അങ്ങനെ മനസ്സിൽ വെക്കാം. എന്റെ ഗ്രൂപ്പ് ഫസ്റ്റ് എ ഗ്രൂപ്പ് ആണ് കേട്ടോ, എ ഗ്രൂപ്പ് ആണ്. അപ്പൊ അതിന്റെ എനിക്ക് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് ഒരാൾക്ക് നമ്മൾ ബ്ലഡ് കൊടുക്കുമ്പോൾ എന്റെ ആന്റിജൻ ഉള്ളവർക്ക് മാത്രമേ ബ്ലഡ് കൊടുക്കാൻ പറ്റുള്ളൂ. ഒന്ന് എഴുതി വെച്ചോടെ, എന്റെ ആന്റിജൻ ഉള്ളവർക്ക് മാത്രമേ ബ്ലഡ് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എനിക്കിപ്പോ ഒരാൾക്ക് ബ്ലഡ് കൊടുക്കണമെങ്കിൽ എന്റെ ആന്റിജൻ ഉള്ളത് ഏത് ഗ്രൂപ്പാ? അവർക്ക് മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ശ്രദ്ധിച്ചേ, അപ്പൊ ആന്റിജൻ എ വരുന്ന ഗ്രൂപ്പ് ഏതൊക്കെയാ? നോക്കിയേ, ആന്റിജൻ എ വരുന്ന ഗ്രൂപ്പ് ഏതൊക്കെയാ? എ ഗ്രൂപ്പിലുണ്ട് അല്ലെ? ഗ്രൂപ്പ് എയിൽ ആന്റിജൻ ഉണ്ട്. പിന്നെ എ വരുന്ന ഗ്രൂപ്പ് ഇത് ഏതാ? ആന്റിജൻ എ വരുന്ന ഗ്രൂപ്പ് ഏതാ? വേഗം നോക്കിയേ, ആന്റിജൻ എ വരുന്ന ഗ്രൂപ്പ് ഏതാ? എ ബി ഗ്രൂപ്പ് അല്ലേ?
ഓയിലുണ്ടോ? ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ് അല്ലേ ഓ എന്ന് പറഞ്ഞത്? ഒറ്റ ആന്റിജനും ഇല്ലാത്ത ഗ്രൂപ്പ് ഓ. അപ്പൊ ആർക്കൊക്കെ നമുക്ക് എ ഗ്രൂപ്പുകാർക്ക് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും? ആർക്കൊക്കെ? എ ഗ്രൂപ്പിനും കൊടുക്കാം, എ ബി ഗ്രൂപ്പിനും കൊടുക്കാം. ക്ലിയർ അല്ലേ? എന്റെ അതേ ആന്റിജൻ ഉള്ളവർക്ക് മാത്രമേ എനിക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റുള്ളൂ. എഴുതിക്കുക, അപ്പൊ ആ കോളത്തിൽ എഴുതിക്കുക എ കോമ എ ബി, എ കോമ എ ബി. ഓക്കെ, ഇനി ബി നോക്കുക, ഗ്രൂപ്പ് ബി ആണ്. അപ്പൊ ആർക്കൊക്കെ എന്റെ അതേ ആന്റിജൻ ഉള്ളത്? ബി ഗ്രൂപ്പുകാരൊന്ന് ശ്രദ്ധിച്ചേ. ആർക്കൊക്കെ ബ്ലഡ് കൊടുക്കാൻ പറ്റും? ബിക്കും കൊടുക്കാൻ പറ്റും, എ ബിക്കും കൊടുക്കാൻ പറ്റും. ഓക്കെ, ബിക്കും കൊടുക്കാൻ പറ്റും, എ ബിക്കും കൊടുക്കാൻ പറ്റും. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, എ ബി ഗ്രൂപ്പുകാർക്ക് എന്താണ്? 2 ആന്റിജനും ഉണ്ട്. അപ്പൊ 2 ആന്റിജനും ഉള്ള ഒരേ ഒരു ഗ്രൂപ്പ് ഏതാ? എ ബി മാത്രമല്ലേ ഉള്ളൂ. 2 ആന്റിജനും ഉള്ളതാ. അപ്പൊ എ ബിക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. കണ്ടോ? എ ബിക്കാർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ എ ബി ഗ്രൂപ്പിന് മാത്രമേ ബ്ലഡ് കൊടുക്കാൻ പറ്റുള്ളൂ. എഴുതി വെക്കാം അവിടെ, എ ബി. 2 ആന്റിജനുള്ള ഗ്രൂപ്പ് അതെന്ന് പറഞ്ഞാൽ എ ബി ഗ്രൂപ്പിൽ മാത്രമേ 2 ആന്റിജനുള്ളൂ. അപ്പൊ എ ബി ഗ്രൂപ്പുകാർക്ക് എ ബിക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, എ ബി ഗ്രൂപ്പിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ദെൻ ഓ ഗ്രൂപ്പ് നോക്കിയേ. ഓ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതാ? ഒന്നുകൂടി പറയാ, ക്ലിയർ ആവുന്നില്ലേ നിങ്ങക്ക്? ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് എ എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചിപ്പോ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ഒന്നുകൂടെ പറയാൻ. ഒരുപാട് പറയുമ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് എഴുതി വെച്ചാൽ മതി. അതിന്റെ നേരെ ഗ്രൂപ്പ് എ ആണെങ്കിൽ ഡോണേഴ്സ് എന്ന് പറഞ്ഞാൽ ഫോളോ അല്ലേ, അതിന്റെ നേരെ എഴുതി വെക്കാം. എന്റെ അതേ ഗ്രൂപ്പ് ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എക്കും കൊടുക്കാം, എ ബിക്കും കൊടുക്കാം. ഇനി ബി ഗ്രൂപ്പിന് നേരെ എഴുതാം, ബി കോമ എ ബി, ബി കോമ എ ബി. എ ബി ഗ്രൂപ്പുകാർക്കോ എ ബിക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് 2 ആന്റിജൻ ഉള്ളതെന്ന് പറഞ്ഞാൽ എ ബി ഗ്രൂപ്പിന് മാത്രമല്ലേ 2 ആന്റിജൻ ഉള്ളൂ, എ ബിക്ക് മാത്രം കൊടുക്കാം. ഇനി ഓക്കാർക്ക് നോക്കിയേ, ഓക്കാർക്ക് ആന്റിജൻ ഇല്ലല്ലോ. അപ്പൊ എന്താ? എല്ലാവർക്കും കൊടുക്കാം, ഒരു പ്രശ്നമില്ല. അപ്പൊ എല്ലാവർക്കും ബ്ലഡ് കൊടുക്കാൻ പറ്റുന്ന ഗ്രൂപ്പാണ് ഓ ഗ്രൂപ്പ്. അതുകൊണ്ട് ഓ ഗ്രൂപ്പിനെ യൂണിവേഴ്സൽ ഡോണേഴ്സ് എന്നറിയപ്പെടുന്നു. അവിടെ നോട്ട് ചെയ്ത് വെച്ചോ. അപ്പൊ നമ്മൾ ഓയുടെ നേരെ എന്ത് കൊടുക്കാൻ പറ്റും? എല്ലാവർക്കും കൊടുക്കാം. അങ്ങനെ എഴുതിക്കോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെക്കാം. എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. ഓ ഗ്രൂപ്പുകാർക്ക് ബ്ലഡ് എല്ലാവർക്കും കൊടുക്കാം. ഇവിടെ ഓ ഗ്രൂപ്പുകാരില്ലേ? അപ്പൊ കണ്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും ബ്ലഡ് കൊടുക്കാം, ഒരു പ്രശ്നമില്ല. ഏത് ഗ്രൂപ്പിനും ബ്ലഡ് കൊടുക്കാം, എല്ലാവർക്കും ബ്ലഡ് കൊടുക്കാം. യെസ്, കുറെ പേരൊക്കെ ശില്പിയൊക്കെ ഇട്ടേണ്ട്, ഷഹനാസ്, അശ്വതി കിട്ടേണ്ട, മിനി കിട്ടേണ്ട ഓ ഗ്രൂപ്പ് ആണെന്ന് അഞ്ജലി, ഷമീറ, എല്ലാവർക്കും ഞാൻ വായിക്കില്ല കേട്ടോ. അപ്പൊ നോക്കിയേ, അപ്പൊ ഓ ഗ്രൂപ്പുകാര് നല്ല മിടുക്കരാണ്, അവർക്ക് എല്ലാവർക്കും ബ്ലഡ് കൊടുക്കാം. ഓക്കെ, എല്ലാവർക്കും ബ്ലഡ് കൊടുക്കാം. അപ്പൊ യൂണിവേഴ്സൽ ഡോണേഴ്സ് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണ്? യൂണിവേഴ്സൽ ഡോണർ ഏത് ഗ്രൂപ്പാ? ഓ ഗ്രൂപ്പ്. എഴുതി വെച്ചോ, എക്സാമിന് ചോദിക്കും. ഇൻ വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ? ഇനി മറന്നു പോവോ? ഏത് ഗ്രൂപ്പാ? വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ? ഏത് ഗ്രൂപ്പാണ്? ഓ ഗ്രൂപ്പ്. ഓ ഗ്രൂപ്പ്. ഓക്കെ, ദെൻ അടുത്ത കോളത്തിലേക്ക് വരിക കേട്ടോ. ഇനി റിസിപ്പിയന്റ് ആണ്. നമുക്ക് ഇനി ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുന്നത്. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും പറ്റി, എനിക്ക് ബ്ലഡ് മേടിക്കണം. അപ്പൊ എനിക്ക് ആരുടെയൊക്കെ ബ്ലഡ് വാങ്ങാം, എനിക്ക് ആരിൽ നിന്നൊക്കെ ബ്ലഡ് സ്വീകരിക്കാൻ പറ്റും. അതാണ് ആ കോളത്തിൽ എഴുതേണ്ടത്. റിസിപ്പിയന്റ്, RECIPIENT, റിസിപ്പിയന്റ്. റിസീവ് ചെയ്യാൻ പറ്റുന്നത് റിസിപ്പിയന്റ്. ആരുടെയൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാം. അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോട്ടോ. ഓരോ ബ്ലഡ് ഗ്രൂപ്പുകാർക്കും ആരിൽ നിന്നൊക്കെ നമുക്ക് ബ്ലഡ് റിസീവ് ചെയ്യാം, സ്വീകരിക്കാം. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, നമ്മൾ ബ്ലഡ് നമ്മൾ സ്വീകരിക്കുമ്പോഴോ നമ്മുടെ അതേ ആന്റിജൻ ഉള്ളവരിൽ നിന്ന് ബ്ലഡ് വാങ്ങാം. ഓക്കെ, ഒരു കണ്ടീഷനാണ്. നമ്മുടെ അതേ ആന്റിജൻ ഉള്ളവരിൽ നിന്നും ബ്ലഡ് വാങ്ങാം. നോട്ട് ചെയ്ത് വെച്ചാൽ വേണമെങ്കിൽ അതൊന്ന്. നമ്മുടെ അതേ ആന്റിജൻ ഉള്ളവരിൽ നിന്നും നമുക്ക് ബ്ലഡ് വാങ്ങാം. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പും വാങ്ങാം നമുക്ക്, പ്രശ്നമില്ല. ആന്റിബോഡി ആയിട്ടൊന്നും വേറെ അഗ്ലൂട്ടിനേഷൻ ഒന്നും സംഭവിക്കില്ല. അതാണ് എന്റെ അതേ ആന്റിജൻ ഉള്ളവരിൽ നിന്നും എനിക്ക് ബ്ലഡ് വാങ്ങാം. പിന്നെ എന്താണ്? ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പിൽ നിന്നും എനിക്ക് ബ്ലഡ് വാങ്ങാം. അപ്പൊ ഒന്ന് നോക്കിയേ, എ ഗ്രൂപ്പുകാർക്ക് ആരിൽ നിന്നൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റും? എന്റെ ഗ്രൂപ്പാട്ടോ. എനിക്ക് ആരിൽ നിന്നൊക്കെ റിസീവ് ചെയ്യാൻ പറ്റും?
എന്റെ അതേ ആന്റിജനുള്ള ഗ്രൂപ്പ് എ ഗ്രൂപ്പിൽ നിന്നും എനിക്ക് റിസീവ് ചെയ്യാം. പിന്നെ ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ് ഏതാ? ഓ വെരി ഗുഡ്. മിനിയൊക്കെ അവിടെ, അഞ്ജലി, എല്ലാവരും, ഗോപിക എല്ലാവരും മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ഗ്രൂപ്പ്? എ ഗ്രൂപ്പിൽ നിന്ന് ആർക്കൊക്കെ വാങ്ങാം? ആരിൽ നിന്നൊക്കെ നമുക്ക് ബ്ലഡ് റിസീവ് ചെയ്യാം? എയിൽ നിന്നും വാങ്ങാം, ഓയിൽ നിന്നും വാങ്ങാം. ഫോർമേറ്റ് എഴുതാം, എ, ഓ. ഇനി അപ്പൊ നോക്കിയേ, ബി ഗ്രൂപ്പുകാർക്കോ? ബി ഗ്രൂപ്പുകാർക്ക് ബിയിൽ നിന്ന് വാങ്ങാം, ആന്റിജൻ ഇല്ലാത്തതും വാങ്ങാം. ബി, ഓ. ഇവിടെ മെസ്സേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ ഇടുന്ന ആൻസേഴ്സ് വളരെ കറക്റ്റ് ആണ്. അത് ഇനി നോട്ട് ചെയ്യാൻ പറ്റാത്തവർ അതൊന്ന് നോക്കി നോട്ട് ചെയ്താലും മതി. ബി, ഓ. ഇനി നോക്കിയേ, എ ബിക്കാർക്ക് അവർക്ക് ആർക്കൊക്കെ, ആരിൽ നിന്നൊക്കെ നമുക്ക് ബ്ലഡ് സ്വീകരിക്കാൻ പറ്റും? അവർക്ക് എയിൽ നിന്നും വാങ്ങാം, കുഴപ്പമില്ല. ബിയിൽ നിന്നും വാങ്ങാം, എ ബിക്കാരിൽ നിന്നും വാങ്ങാം. നമ്മുടെ അതേ ആന്റിജനുള്ള ഗ്രൂപ്പിൽ നിന്നൊക്കെ വാങ്ങാലോ. നമ്മുടെ അതേ ആന്റിജനുള്ള ഗ്രൂപ്പിൽ നിന്ന് വാങ്ങാം. അതായത് എല്ലാ ഗ്രൂപ്പിൽ നിന്നും വാങ്ങാം. അവർക്ക് യൂണിവേഴ്സൽ റിസിപ്പിയന്റ്. അവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്, വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ റിസിപ്പിയന്റ്? ഏത് ഗ്രൂപ്പാ യൂണിവേഴ്സൽ റിസിപ്പിയന്റ് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ്? എ ബി ഗ്രൂപ്പ്. അവിടെ എഴുതി വെച്ചോ, എല്ലാവരിൽ നിന്നും വാങ്ങാം. അതായത് എയിൽ നിന്ന് വാങ്ങാം, ബിയിൽ നിന്ന് വാങ്ങാം, എ ബിയിൽ നിന്ന് വാങ്ങാം, ഓയിൽ നിന്ന് വാങ്ങാം. യൂണിവേഴ്സൽ റിസിപ്പിയന്റ് ഏത് ഗ്രൂപ്പാണ്? എ ബി ഗ്രൂപ്പ്. ദെൻ അടുത്ത് നോക്കി, ഓ ഗ്രൂപ്പാണ്. ഓ ഗ്രൂപ്പുകാർക്ക് ആന്റിജൻ ഇല്ല, ആന്റിബോഡി 2 ആന്റിബോഡി അവർക്ക് ഉണ്ട്. അപ്പൊ ഓക്കാർക്ക് ആരിൽ നിന്ന്? ഓയിൽ നിന്ന് മാത്രമേ മേടിക്കാൻ പറ്റുള്ളൂ. ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ് നമുക്ക് പറഞ്ഞല്ലോ, നമ്മുടെ അതേ ആന്റിജനുള്ള ഗ്രൂപ്പ് വാങ്ങാന്ന് പറഞ്ഞു. പക്ഷെ ആന്റിജൻ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ്, അതായത് ഓയിൽ നിന്ന് മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചേ, എ ആണ് ഗ്രൂപ്പ്. എയുടെ നേരെ റെസിപ്പിയന്റ് ഏതൊക്കെ എഴുതി? എ, ഓ. ബിയുടെ നേരെ എഴുതി ബി, ഓ. എ ബിക്കാരില് ഇല്ല, എ ബി, ഓ. ഓ ഗ്രൂപ്പ് ആർക്കൊക്കെ റിസീവ് ചെയ്യാം? ഓയിൽ നിന്ന് മാത്രം. ഇപ്പൊ നമ്മുടെ ആ ടേബിൾ, നമ്മൾ എഴുതി വെച്ച ടേബിൾ കംപ്ലീറ്റ് ആയില്ല? എല്ലാവർക്കും കംപ്ലീറ്റ് ആയല്ലോ. അതിനകത്തുനിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ഓരോ ഗ്രൂപ്പിന്റെ ആന്റിജൻ ഏതാന്ന് ചോദിക്കാം, ആന്റിബോഡി ഏതാന്ന് ചോദിക്കാം. അവിടെ യൂണിവേഴ്സൽ റിസിപ്പിയന്റ് ഏത് ഗ്രൂപ്പാ നമ്മൾ പറഞ്ഞേ? യൂണിവേഴ്സൽ റിസിപ്പിയന്റ് ഏതാ? ഓ ഗ്രൂപ്പ്. യൂണിവേഴ്സൽ ഡോണർ ഏത് ഗ്രൂപ്പാണ്? സോറി, യൂണിവേഴ്സൽ റിസിപ്പിയന്റ് എ ബി ഗ്രൂപ്പ്. യൂണിവേഴ്സൽ ഡോണർ ഏതാണ്? ഓ ഗ്രൂപ്പ്. യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത് ഓ ഗ്രൂപ്പ്. ഓ ഗ്രൂപ്പ്. യൂണിവേഴ്സൽ റിസിപ്പിയന്റ് എ ബി ഗ്രൂപ്പ്. ക്ലിയർ ആയോ? ഇനി ഡൗട്ട് ഒന്നുമില്ലല്ലോ. ആ ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, അപ്പൊ നമ്മള് ഗ്രൂപ്പുകൾ പറഞ്ഞു. ഇനി യൂണിവേഴ്സൽ ഡോണർ ഓ ഗ്രൂപ്പ്, ഓക്കെ. യൂണിവേഴ്സൽ റിസിപ്പിയന്റ് എ ബി ഗ്രൂപ്പ്. ക്ലിയർ ആണ്? ഓരോ ഗ്രൂപ്പിന്റെ ആന്റിജൻ എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിന്റെ സെയിം ആന്റിജൻ ആണ്. എ ഗ്രൂപ്പ് ആണെങ്കിൽ ആന്റിജൻ എ, അതായത് ആന്റിജൻ എ പ്രസന്റ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് എ ഗ്രൂപ്പ്. എന്താ സംശയം നിങ്ങൾക്ക്? ആന്റിജൻ എ ആണ് എങ്കിൽ എ ഗ്രൂപ്പ്, ആന്റിജൻ ബി ആണെങ്കിൽ ബി ഗ്രൂപ്പ്, ആന്റിജൻ എയും ബിയും ഉണ്ടെങ്കിൽ എ ബി ഗ്രൂപ്പ്, ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ് ഓ ഗ്രൂപ്പ്. ക്ലിയർ ആയില്ലേ? ഓക്കെ. യെസ്. ഇനി നോക്കിയേ, അടുത്തൊന്ന് നോക്കിയേ, RH ടൈപ്പിംഗ് ആണ്. ഇനി നോക്കിയേ, നമ്മള് ബ്ലഡ് ഗ്രൂപ്പ് പറയുമ്പോൾ ചിലര് പറയും എന്റെ എ പോസിറ്റീവ് ആന്ന് പറഞ്ഞു, ചിലര് പറയും എ നെഗറ്റീവ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓ പോസിറ്റീവ് ഉണ്ടായിരിക്കും, എ ബി നെഗറ്റീവ് ഉണ്ടായിരിക്കും. അതായത് ഈ ഓരോ റെസിപ്പിയന്റില്, യൂണിവേഴ്സൽ റെസിപ്പിയന്റില് എ ബിന്റെ എല്ലാ ഗ്രൂപ്പിൽ നിന്നും റിസീവ് ചെയ്യാം. എ, ബി, എ ബി, ഓ 4 ഗ്രൂപ്പിൽ നിന്നും റിസീവ് ചെയ്യാം. ഓക്കെ. അതുകൊണ്ടാണ് അവരെ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എല്ലാ ഗ്രൂപ്പിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പാണ് എ ബി ഗ്രൂപ്പ്. അതുകൊണ്ട് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നറിയപ്പെടുന്നു. എല്ലാ ഗ്രൂപ്പുകാർക്കും ബ്ലഡ് കൊടുക്കാൻ പറ്റുന്നതാണ് ഓ. അതുകൊണ്ട് ഓയിനെ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നു. ഡോണേഴ്സ്, സാർവത്രിക ദാതാക്കൾ, ഡോണേഴ്സ്. ഇനി നോക്കിയേ, ഇനി അപ്പൊ ഞാൻ പറഞ്ഞു ബ്ലഡ് ഗ്രൂപ്പ് പറയുമ്പോൾ എല്ലാവരും പോസിറ്റീവും നെഗറ്റീവും പറയും അല്ലെ? അതായത് എന്തുകൊണ്ട് അങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് പറയാന്ന് പറഞ്ഞാൽ നമ്മുടെ
ഈ ബ്ലഡ് ഗ്രൂപ്പ് ഇല്ലേ, അതിനകത്തുള്ള ഒരു പ്രോട്ടീൻ, നമ്മുടെ ബ്ലഡിൽ ഒരു പ്രോട്ടീൻ പ്രസന്റ് ആണെങ്കിൽ അതിനെ ആ പ്രോട്ടീൻ RH ഫാക്ടർ, ആ RH ഫാക്ടർ ഉള്ള ഗ്രൂപ്പാണ് RH പോസിറ്റീവ്. അതായത് ആ പ്രോട്ടീനിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ RH പോസിറ്റീവ്. ഇനി ആ പ്രോട്ടീൻ ഇല്ല, RH ഫാക്ടർ ഇല്ലെങ്കിൽ നെഗറ്റീവ് ഗ്രൂപ്പ്. അതാണ്. അപ്പൊ എന്റെ A പോസിറ്റീവ് എന്ന് പറഞ്ഞു, അപ്പൊ എനിക്ക് RH ഫാക്ടർ ഉണ്ട് എന്റെ ബ്ലഡില്, എന്റെ RH ഫാക്ടർ ഉണ്ട്. RH ഫാക്ടർ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീൻ ആണ്, ഫൗണ്ട് ഓൺ ദ സർഫസ് ഓഫ് ദ RBC സെൽ. RBC റെഡ് ബ്ലഡ് സെൽസിന്റെ സർഫസിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ആണ് ഈ RH ഫാക്ടർ എന്ന് പറയുന്നത്. RH factor is a protein found, FOUND, found on the surface of RBC cells. RBC red blood cells ന്റെ സർഫസിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ആണ് ഏതെന്ന് പറയുന്ന RH ഫാക്ടർ. അപ്പൊ RH ഫാക്ടർ, RH ഘടകം ഉണ്ട്. RH ഫാക്ടർ ഉണ്ടെങ്കിൽ ഏത് ഗ്രൂപ്പാണ്? ഏത് ഗ്രൂപ്പാ? RH ഫാക്ടർ ഉണ്ടെങ്കിൽ ഏത് ഗ്രൂപ്പാ? പോസിറ്റീവ് ഗ്രൂപ്പ്. വെരി ഗുഡ്. RH ഫാക്ടർ ഇല്ലെങ്കിൽ നെഗറ്റീവ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? അപ്പൊ നിങ്ങൾ നോക്കാം നിങ്ങളുടെ ബ്ലഡില് RH ഫാക്ടർ ഉണ്ടോ, RH ഫാക്ടർ ഇല്ലയോ നോക്കാം. RH ഫാക്ടർ ഉള്ള എല്ലാ പോസിറ്റീവ് ഗ്രൂപ്പുകാരാണ് A പോസിറ്റീവ്, B പോസിറ്റീവ്, AB പോസിറ്റീവ്, O പോസിറ്റീവ്. ഇനി RH ഫാക്ടർ ഇല്ല, RH ഫാക്ടർ ഇല്ലാത്തതെല്ലാം നെഗറ്റീവ് ഗ്രൂപ്പ്. A നെഗറ്റീവ്, B നെഗറ്റീവ്, AB നെഗറ്റീവ്, O നെഗറ്റീവ്, അങ്ങനെയാണ്. അപ്പൊ RH ഫാക്ടറിന്റെ പ്രസൻസ് നോക്കുക. പ്രസൻസ് നോക്കിയിട്ടാണ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, RH ടൈപ്പിംഗ് നോക്കും. അപ്പൊ അവര് ആദ്യം ബ്ലഡ് ഗ്രൂപ്പ് നോക്കും ബ്ലഡ് ബാങ്കില്, പിന്നെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നോക്കുന്നതാണ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആന്റിജൻ എന്നാണ്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കും. പിന്നെ അടുത്ത് നോക്കിയേ, നെക്സ്റ്റ് വരുന്ന ഏതാണ്? Screening for any accidental red blood cells antibodies that may cause complication in recipient, that is transfusion reaction test. അതായത് ആക്സിഡന്റൽ എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ്, അപ്രതീക്ഷിതമായിട്ടുള്ള പെട്ടെന്ന് എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള RBC ആന്റിബോഡീസ് ഈ നമ്മള് റിസിപ്പിയന്റിന് കോംപ്ലിക്കേഷൻ, ബ്ലഡ് റിസീവ് ചെയ്യുന്ന ആൾക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള RBC ആന്റിബോഡീസ് ഉണ്ടോ എന്നുള്ളത് നോക്കും. ദാറ്റ് ഈസ് അതെന്ന് വെച്ചാൽ എന്താ? ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ്. ഇതാണ്. ഇപ്പൊ ഞാനിപ്പോ ബ്ലഡ് റിസീവ് ചെയ്യുമ്പോൾ എന്റെ ഗ്രൂപ്പുമായിട്ട് മാച്ച് ചെയ്യുന്ന ഗ്രൂപ്പ് മാത്രമേ എനിക്ക് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ ഗ്രൂപ്പിനോട് മാച്ച് ചെയ്യാത്ത ഗ്രൂപ്പ്, അതിനാണ് നമ്മളിപ്പോ ഓരോന്നിന്റെ നമ്മൾ നോക്കിയത്. ആർക്കൊക്കെ ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ഏതൊക്കെ കൊടുക്കാന്നൊക്കെ നമ്മൾ നോക്കിയത് അതാണ്. അപ്പൊ ആ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ് നോക്കും. അതാണ്, ദാറ്റ് ഈസ് ട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റ്. അടുത്തതാണ് കേട്ടോ. അപ്പൊ ഏതൊക്കെ ബ്ലഡ് ബാങ്കിൽ നോക്കണേ, അത് നമ്മൾ ഏതാണ് ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് നോക്കും. ബ്ലഡ് ഗ്രൂപ്പ് നോക്കി കഴിഞ്ഞാൽ അടുത്തത് ഏതാണ്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കും. പിന്നെ അടുത്തത് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ് നോക്കും. എന്ന് വെച്ചാൽ സ്ക്രീനിങ് ഫോർ എനി ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡി ദാറ്റ് മേ കോസ് കോംപ്ലിക്കേഷൻ ഇൻ ദ റെസിപ്പിയന്റ്. റിസീവ് ചെയ്യുന്ന ആൾക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള RBC ആന്റിബോഡീസ് ഉണ്ടോ എന്നുള്ളത് നോക്കും. അതായത് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ് നോക്കും. അടുത്ത് നോക്കിയേ, സ്ക്രീനിങ് ഫോർ കറന്റ് ഓർ പാസ്റ്റ് ഇൻഫെക്ഷൻ ഇൻക്ലൂഡ്. എന്താ അടുത്ത് പറഞ്ഞ? പാസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടോ? ഇപ്പൊ ഞാൻ ബ്ലഡ് കൊടുക്കുക, എനിക്ക് വേറെ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ ആ ബ്ലഡ് സ്വീകരിക്കുന്ന ആൾക്കും ആ ഡിസീസ് വരൂലേ, ആ രോഗം വരൂലേ. കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഡിസീസുകൾ എനിക്കുണ്ടെങ്കിൽ, ഇപ്പൊ എയ്ഡ്സ്, അങ്ങനത്തെ ഇവിടെ ഹെപ്പറ്റൈറ്റിസ്, അങ്ങനെയുള്ള ഡിസീസുകൾ ബ്ലഡിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ട്രാൻസ്ഫ്യൂസ് ചെയ്യുമ്പോൾ എന്താ അങ്ങനെ എന്തെങ്കിലും കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടോ എന്ന് നോക്കണം അല്ലെ. നമ്മൾ ടെസ്റ്റ് ഒക്കെ ചെയ്ത് നമുക്ക് ഒരു ഡിസീസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ബ്ലഡ് കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ്. അടുത്തത് ബ്ലഡ് ബാങ്കിൽ നോക്കുന്ന എന്താ? സ്ക്രീനിങ് ഫോർ കറന്റ് ഓർ പാസ്റ്റ് ഇൻഫെക്ഷൻ ഇൻക്ലൂഡ്. അതാണ് ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കും. സ്ക്രീനിങ് ഫോർ കറന്റ് ഓർ പാസ്റ്റ് ഇൻഫെക്ഷൻ ഇൻക്ലൂഡ്സ്. അതിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടോ, പാസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കും. നോക്കിയോടെ ഹെപ്പറ്റൈറ്റിസ് വൈറസ് B and C. ഹെപ്പറ്റൈറ്റിസ് വൈറസ് B and C.
ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബി ആൻഡ് സി. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹെപ്പറ്റൈറ്റിസ് എന്താ മലയാളം? ഹെപ്പറ്റൈറ്റിസ് കരൾ വീക്ക് എന്ന് പറയും. കരളിലെ കോശങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു വീക്കാണ്. ആൻഡ് ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ. Hepatitis is an inflammation of the liver. Is an inflammation of the liver. Okay. Inflammation of the liver. കരളിലെ കോശങ്ങൾക്ക് ഉണ്ടാകുന്ന വീക്കമാണ് ഈ കരൾ വീക്കം എന്ന് പറയുന്നത്. അത് നോക്കിയേ, അതായത് നമുക്ക് 5 ടൈപ്പ് ഹെപ്പറ്റൈറ്റിസ് ഉള്ളത്. ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് വൈറസ് എ, ബി, സി, ഡി, ഇ. അങ്ങനെ നമുക്ക് ഇ വരെ എ, ബി, സി, ഡി, ഇ 5 ടൈപ്പ് ഹെപ്പറ്റൈറ്റിസ് വൈറസ് ഉണ്ട്. അതില് ഹെപ്പറ്റൈറ്റിസ് ഈ ബിയും സിയും ഈ ബ്ലഡിൽ കൂടെയൊക്കെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ബോഡി ഫ്ലൂയിഡിൽ കൂടിയാണ് പകരുന്നത്. അപ്പൊ അവർക്ക് ബാക്കിയിട്ട് നമ്മൾ പറഞ്ഞത് എയും ഇ ഒക്കെ ഫുഡ് വാട്ടറിൽ കൂടെയാണ് വരുന്നത്. ഫുഡ് വാട്ടറിൽ കൂടെയാണ് വരുന്നത് കേട്ടോ. ശ്രദ്ധിക്കാം. ഹെപ്പറ്റൈറ്റിസ് 5 ടൈപ്പ് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടെന്ന് പറഞ്ഞു. അതില് ഹെപ്പറ്റൈറ്റിസ് എയും ഇയും ഏതാണ്? ഫുഡിൽ കൂടെയും വാട്ടറിൽ കൂടെയാണ്. അത് കുഴപ്പമില്ല. നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ബോഡി ഫ്ലൂയിഡിൽ കൂടെയാണ് പകരുന്നത്. ബോഡി ഫ്ലൂയിഡിൽ കൂടെയാണ് ബിയും സിയും പകരുന്നത്, സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതായത് ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബിയും സിയും ഉണ്ടോ എന്നുള്ളത് നോക്കും. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കിയേ, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്തിന് കാരണമാകുന്ന വൈറസ് ആണ്? HIV. ഏത് രോഗത്തിന് കാരണമാകുന്ന HIV വൈറസ്? എയ്ഡ്സ് അല്ലെ? എയ്ഡ്സിന് കാരണമാകുന്ന വൈറസ് ആണ് HIV വൈറസ്. അപ്പൊ HIV വൈറസ് ഉണ്ടോ എന്നുള്ളത് നോക്കും. അതിന്റെ എക്സ്പാൻഡഡ് ഫോം നോക്കി വെച്ചോ കേട്ടോ. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, HIV വൈറസ് പ്രസൻസ് ഉണ്ടോ എന്ന് നോക്കും. അടുത്തതാണ് ട്രിപ്പോനിമ പാലിഡം എന്ന് വെച്ചാൽ അതൊരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. ബാക്ടീരിയ ആണ്. ട്രിപ്പോനിമ പാലിഡം എന്ന് പറയുന്ന സിഫിലസ് എന്ന് പറഞ്ഞ, അതായത് സിഫിലസ് എന്ന് പറഞ്ഞാൽ പറങ്കിപ്പുണ്ണ് എന്ന് പറയും. പറങ്കിപ്പുണ്ണ് എന്ന് പറഞ്ഞ രോഗം, സിഫിലിസിന് കാരണമാകുന്ന ബാക്ടീരിയ ആണ് ട്രിപ്പോനിമ പാലിഡം. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യന് ചോദിച്ചായിരുന്നു, ഇത് ഏത് ഡിസീസ് ആണെന്നുള്ളത് കേട്ടോ. ബാക്ടീരിയൽ ഡിസീസ് ആണ്. ബാക്ടീരിയ ഒന്ന് എഴുതിക്കോ. സിഫിലസ് ടെക്സ്റ്റിൽ തന്നെ എഴുതി വെച്ചാൽ മതി. സിഫിലസ് SYPHILIS. സിഫിലസ്. സിഫിലസ് is an infectious bacterial disease caused by Treponema pallidum. ട്രിപ്പോനിമ പാലിഡം എന്ന് പറഞ്ഞ ആ ഒരു ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ്, ബാക്ടീരിയൽ ഡിസീസ് ആണ് സിഫിലിസ് അല്ലെങ്കിൽ പറങ്കിപ്പുണ്ണ്. അവിടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഓപ്ഷനിൽ ബാക്ടീരിയൽ ഡിസീസ്, വൈറൽ ഡിസീസ്, ഫംഗൽ ഡിസീസ്, നൺ ഓഫ് ദ എബോവ് അങ്ങനെയായിരുന്നു 4 ഓപ്ഷൻ കൊടുത്തത് എക്സാമിന്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. അതൊരു ബാക്ടീരിയൽ ഡിസീസ് ആണെന്നുള്ളത് നോക്കി വെക്കാം. ട്രിപ്പോനിമ പാലിഡം എന്ന് പറഞ്ഞ ബാക്ടീരിയ. ഒന്നുകൂടെ പറയാമോ? എന്താണ്? സിഫിലസ് സിഫിലസ് എന്ന് പറഞ്ഞാൽ പറങ്കിപ്പുണ്ണ് എന്ന് പറയും മലയാളം. സിഫിലസ് ഈസ് ആൻ ഇൻഫെക്ഷ്യസ് INFECTIOUS ഇൻഫെക്ഷ്യസ് ബാക്ടീരിയൽ ഡിസീസ് DISEASES disease caused by bacterial disease caused by Treponema pallidum. Treponema pallidum എന്ന് പറഞ്ഞ ഈ ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് സിഫിലിസ്. ബാക്ടീരിയൽ ഡിസീസ് ആണെന്നുള്ളത് നോക്കി വയ്ക്കും. ഇനി അടുത്തത്, വാട്ട് ആർ ദ ബ്ലഡ് ടൈപ്പ്? ബ്ലഡ് ടൈപ്പുകളാണ്. അതായത് പറഞ്ഞേക്കുന്നത് വേറെ ഒന്നുമില്ല. ജസ്റ്റ് ആ ടേബിൾ ഒന്ന് നോക്കുക. സെക്ഷൽ കോണ്ടാക്ട് വഴിയൊക്കെയാണ് എയ്ഡ്സ് വരുന്നത്. അതായത് ബോഡി ഫ്ലൂയിഡിൽ കൂടെയൊക്കെ ബ്ലഡിൽ കൂടെയൊക്കെ സ്പ്രെഡ് ചെയ്യുന്നതാണെന്നുള്ളത്.
അങ്ങനെയുള്ള HIV വൈറസ് പ്രസൻസ് ആണോ, ട്രിക്കോണിമ പാലിഡം എന്ന് പറഞ്ഞ അത് പ്രസൻസ് ആണോ, പിന്നെ അടുത്തത് ഹെപ്പറ്റൈറ്റിസ് ബിയോ സിയോ ഹെപ്പറ്റൈറ്റിസ് ബി സി എന്നുള്ളത് നോക്കും. അത്രയും ഇതാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് നോക്കിയേ, ആ ടേബിൾ ആണ്. ടേബിളിൽ നിന്ന് ക്വസ്റ്റ്യൻ ഒന്നും എക്സാമിന് ചോദിക്കാറില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക മാത്രം. അക്കോർഡിംഗ് ടു ദ അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക്, ഡെലിവറി ഓഫ് ബ്ലഡ് ടൈപ്പ് ഇൻക്ലൂഡ് ദ ഫോളോയിങ്. അപ്പോൾ നമ്മൾ ഈ അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക് അവിടെ ഡെലിവറി ചെയ്യുന്ന ബ്ലഡ് ടൈപ്പ് എത്ര പെർസെന്റേജ് ആണ് എന്നുള്ളത്, ആ പെർസെന്റേജ് മാത്രം അവിടെ തന്നിട്ടുള്ളൂ. എക്സാമിന് പെർസെന്റേജ് ഒന്നും ചോദിക്കാറില്ല, ജസ്റ്റ് ഇതിനകത്തുള്ളത് കൊണ്ട് ഒന്ന് വായിക്കണമെന്നുള്ളൂ കേട്ടോ. അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക് ഡെലിവറി ചെയ്യുന്ന ബ്ലഡ് ടൈപ്പ് അതിനകത്ത് വരുന്ന O പോസിറ്റീവ് 39%, B പോസിറ്റീവ് 9%, AB പോസിറ്റീവ് 3%, O നെഗറ്റീവ് 9%, A പോസിറ്റീവ് 31%, A നെഗറ്റീവ് 6%, B നെഗറ്റീവ് 2%, AB നെഗറ്റീവ് 1%. ഓക്കെ, ഇനി അടുത്ത് നോക്കാം നമുക്ക്. അതിനകത്ത് വേറൊന്നും എക്സാമിന് അങ്ങനെ ചോദിക്കാറില്ല കേട്ടോ. ജസ്റ്റ് ആ ടേബിളിൽ അവര് ഡെലിവറി ചെയ്യുന്ന ബ്ലഡ് ടൈപ്പ് എത്ര പെർസെന്റേജ് ആണ് ഓരോ ഗ്രൂപ്പും എന്നുള്ളത് മാത്രമേ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇത് നിങ്ങൾ ടിക്ക് ഇട്ട് വെക്കുക, ടെക്സ്റ്റിൽ തന്നെ അവിടെ പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്. ഈ ഒരു 4 എല്ലാ എക്സാമിനും നിങ്ങൾക്ക് ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്ത്. കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ബ്ലഡ്, ബ്ലഡിലുള്ള കമ്പോണൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു. ബ്ലഡിലെ കമ്പോണൻസ്. ഓക്കെ, when blood or one of its constituent parts transferred, each component serve many function that includes the following. ഫസ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ, ബ്ലഡ് ബാങ്കിൽ സ്റ്റോർ ചെയ്യുമ്പോഴെന്താ, അവിടെ നമ്മൾ ബ്ലഡ് ഫുൾ ആയിട്ടല്ല സ്റ്റോർ ചെയ്യുന്ന, ബ്ലഡിലുള്ള ഓരോ കമ്പോണൻസും തിരിച്ച് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന മെഷീനിൽ ഇട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതായത് ബ്ലഡിലുള്ള ഒരു കമ്പോണന്റ് ആണ് RBC, റെഡ് ബ്ലഡ് സെൽ, രണ്ടാമത്തെ പ്ലേറ്റ്ലെറ്റ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലാസ്മ. ഇങ്ങനെ ഓരോ ഘടകങ്ങളും എന്ത് ചെയ്യുന്നു, പ്രത്യേകം അതിനെ സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന മെഷീനിൽ ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഓരോന്നും ബ്ലഡ് ബാങ്കിൽ അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്ന. RBC വേറെ മാറ്റി, പ്ലേറ്റ്ലെറ്റ് വേറെ മാറ്റി, WBC വേറെ മാറ്റി, പ്ലാസ്മ വേറെ മാറ്റി, അങ്ങനെ ഓരോ കമ്പോണൻസും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ബ്ലഡ് ബാങ്കിൽ അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ ബ്ലഡിലെ ഒരു കമ്പോണന്റ് ആണ് RBC എന്ന് പറയുന്ന റെഡ് ബ്ലഡ് സെൽസ്. എന്തിനാ RBC എന്താ ചെയ്യുന്നത് നോക്കി, ദീസ് സെൽസ് ട്രാൻസ്പോർട്ട് ഓക്സിജൻ ടു ദ ടിഷ്യൂ ഇൻ ദ ബോഡി ആൻഡ് ആർ കോമൺലി യൂസ്ഡ് ടു ട്രീറ്റ് അനീമിയ. അണ്ടർലൈൻ ചെയ്തിട്ടോ. RBC എന്തിനാ സഹായിക്കുന്നത്? These cells transport oxygen to the tissue in the body. നമ്മുടെ ബോഡിയിലേക്ക് എല്ലാ ഭാഗത്തേക്കും ഒക്കെ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന രക്തകോശമാണ് RBC, ബ്ലഡ് സെല്ല് RBC. ഇങ്ങനെ തന്നെ ചോദിക്കണം, വിച്ച് ബ്ലഡ് സെൽ ഹെൽപ് ടു ട്രാൻസ്പോർട്ട് ഓക്സിജൻ ടു ടിഷ്യൂ ഇൻ ദ ബോഡി. ഏത് ബ്ലഡ് സെല്ലാ? ഇപ്പൊ തന്നെ പഠിച്ചു വെക്കാട്ടോ. ഏത് ബ്ലഡ് സെല്ലാണ്? RBC ആണ്, റെഡ് ബ്ലഡ് സെൽസ്. അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ അതിന്റെ ഒരു സയന്റിഫിക് നെയിം കൂടി ആ 3 പഠിക്കാനുണ്ട്. അതും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സ്ട്രാ ആണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. RBCയുടെ സയന്റിഫിക് നെയിം എറിത്രോസൈറ്റ് എന്നാണ്. എറിത്രോസൈറ്റ്, ERYTHROCYTES, എറിത്രോസൈറ്റ്സ്. എറിത്രോസൈറ്റ്സ് എഴുതി വെച്ച എല്ലാവരും അവിടെ തന്നെ എഴുതി വെച്ചാൽ മതി, ആ ടെക്സ്റ്റിൽ തന്നെ എഴുതിക്കോ. എറിത്രോസൈറ്റ്സ് നമ്മുടെ എഴുതുക. സയന്റിഫിക് നെയിം, വാട്ട് ഇസ് ദ സയന്റിഫിക് നെയിം ഓഫ് RBC? ഏതാണ്? എറിത്രോസൈറ്റ്സ്. സ്പെല്ലിംഗ് കിട്ടിയില്ല എല്ലാവർക്കും? ERYTHROCYTES, ERYTHROCYTES, എറിത്രോസൈറ്റ്സ്. അതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ഒരു രക്തകോശാട്ടോ. 120 days, 120 ദിവസത്തോളം ആയുസുണ്ട്. ലൈഫ് സ്പാന് ഏറ്റവും കൂടുതലുള്ള ഒരു രക്തകോശാണ്, ബ്ലഡ് സെല്ലാണ് RBC എന്ന് പറയുന്നത്. അതിന്റെ സയന്റിഫിക് നെയിം ഒന്ന് നോട്ട് ചെയ്യുക, എറിത്രോസൈറ്റ്, ERYTHROCYTES, എറിത്രോസൈറ്റ്സ്. എന്തിനാ എറിത്രോസൈറ്റ്സ് RBC എന്തിനാ സഹായിക്കുന്നത്? സെൽ
ട്രാൻസ്പോർട്ട് ഓക്സിജൻ ടു ദ ടിഷ്യൂ ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയുടെ എല്ലാ ഭാഗത്തേക്കും ഓക്സിജൻ കൊണ്ടുപോകുന്നത് ആരാ? ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? RBC ആണ്. ആൻഡ് ആർ കോമൺലി യൂസ്ഡ് ടു ട്രീറ്റ് അനീമിയ. അനീമിയ ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്നു. ഓക്കെ, അനീമിയ ട്രീറ്റ്മെന്റ്. അനീമിയ എന്ന് പറഞ്ഞാൽ എന്താ? വിളർച്ച അല്ലെ? വിളർച്ച എഴുതി വെച്ചാൽ അറിയില്ലാത്ത ഒരു വിളർച്ച. എ കണ്ടീഷൻ ഇൻ വിച്ച് ദ ബ്ലഡ് ഡസന്റ് ഹാവ് ഇനഫ് ഹെൽത്തി RBC. നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിനുള്ള RBC ഇല്ലാത്ത അവസ്ഥ അല്ലെ? അനിമിക് ആകുമ്പോൾ ഏത് കൊടുത്താൽ മതി? RBC കൊടുത്താൽ പോരെ? അത് വേണമെങ്കിൽ ഒന്ന് എഴുതിയോ കേട്ടോ. എ കണ്ടീഷൻ, അനീമിയ ആണ് ഞാൻ പറയണേ. എ കണ്ടീഷൻ in which the blood doesn't have enough enough healthy RBC. അതായത് നമ്മുടെ ബ്ലഡിൽ ആവശ്യത്തിന് RBC ഇല്ലാത്തൊരവസ്ഥ, അനീമിയ. ആ അനീമിക് ആവുന്ന പേഷ്യന്റിന് ഏത് കൊടുത്താൽ മതി? RBC മാത്രം ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ പോരെ? ഓക്കെ, അപ്പൊ അനീമിയ ട്രീറ്റ്മെന്റിനും ഏത് ഉപയോഗിക്കുന്നു? RBC ഉപയോഗിക്കുന്നു. ആൻഡ് ആർ കോമൺലി യൂസ്ഡ് ടു ട്രീറ്റ് അനീമിയ. അനീമിയ ട്രീറ്റ്മെന്റിനും RBC കൊടുക്കുന്നു. ബ്ലഡ് സെൽ, രക്തകോശമാണ് കേട്ടോ, നമ്മുടെ ബ്ലഡിലുള്ള ഒരു ബ്ലഡ് സെല്ലാണ്. മോൾക്ക് ടെസ്റ്റ് ചെയ്തോ? മോൾക്ക് ടെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, RBCയുടെ പഠിച്ചോ? അപ്പൊ എന്താണ് RBC? എന്താണ് സഹായിക്കുന്നത്? RBC ബ്ലഡ് സെൽസ് ഓക്കെ, അതായത് these cells transport oxygen to the tissue in the body and are commonly used to treat anemia. രണ്ട് രീതിയിലും ചോദിക്കാം കേട്ടോ. അനീമിയ ട്രീറ്റ്മെന്റ് അതിന് വേണ്ടി ഏത് ബ്ലഡ് സെല്ലാണ് ഉപയോഗിക്കുന്നത്? RBC. ഏത് രക്തകോശമാണ്? RBC ആണ്. ഇനി അല്ലാത്ത രീതിയിൽ നമുക്ക് ചോദിക്കാം, which blood cell help to transport oxygen to the tissue in the body? RBC. ക്ലിയർ ആയോ അത്രയും? RBC. ഇനി രണ്ടാമത്തെ രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത്. പ്ലേറ്റ്ലെറ്റ്, അതിന്റെ സയന്റിഫിക് നെയിം ആണ് ത്രോംബോസൈറ്റ്. ഇതും കൂടി നോക്കാം, രണ്ടെണ്ണം നോക്കാം നമുക്ക്. ത്രോംബോസൈറ്റ്, THROMBOCYTES. ത്രോംബോസൈറ്റ്സ്. THROMBOCYTES. Thrombocytes. ഉണ്ടോ? നോക്കിയേ, they help. ഈ ത്രോംബോസൈറ്റ് they help the blood to clot. ബ്ലഡ് ക്ലോട്ട് ആവാൻ സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റ്. ഇങ്ങനെ തന്നെ ചോദിക്കും, വിച്ച് ബ്ലഡ് സെൽ helps in blood clotting. നമ്മുടെ കൈയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ബ്ലീഡിങ് വന്നുകൊണ്ടേ ഇരിക്കും. അത് കുറച്ച് കഴിയുമ്പോ ക്ലോട്ട് ആവില്ലേ അല്ലെ? ആ മുറിയുമ്പോ അവിടെ കട്ട പിടിക്കൂലേ? ബ്ലഡ് കട്ട പിടിക്കൂലേ? അപ്പൊ അങ്ങനെ നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ആവാൻ സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റ്. They help the blood to clot and used to treat leukemia. മാറിപ്പോരുത് കേട്ടോ. ലുക്കീമിയ ട്രീറ്റ്മെന്റിന്, അതായത് ലുക്കീമിയ എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡ് ക്യാൻസർ ആണ്. ബ്ലഡ് ക്യാൻസർ, ലുക്കീമിയ. ആൻഡ് ആൻഡ് അതർ ഫോംസ് ഓഫ് ക്യാൻസർ. ലുക്കീമിയ മറ്റുള്ള ക്യാൻസറിനൊക്കെ ഈ ട്രീറ്റ്മെന്റിനും നമ്മൾ ഈ പ്ലേറ്റ്ലെറ്റ് ഉപയോഗിക്കുന്നു എന്നുള്ളത്. They help the blood to clot and used to treat leukemia and other forms of cancer. Leukemia എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്യാൻസർ ആണ് കേട്ടോ. ബ്ലഡ് ക്യാൻസർ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ലുക്കീമിയ. അനീമിയ, ലുക്കീമിയ മാറിപ്പോരുത് കേട്ടോ. ഓപ്ഷൻസ് തരുമ്പോഴും മാറിപ്പോരുത്, ശ്രദ്ധിക്കുക. അനീമിയ എന്ന് പറഞ്ഞാൽ വിളർച്ച, ലുക്കീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ക്യാൻസർ. അപ്പൊ ബ്ലഡ് ക്ലോട്ട് ആവാൻ സഹായിക്കുന്ന രക്തകോശം ഏതാണ്? ബ്ലഡ് സെൽ ഏതാണ്? പ്ലേറ്റ്ലെറ്റ്. In which of the following blood cell help to blood clot? ഏതാണ്? പ്ലേറ്റ്ലെറ്റ്. രണ്ടെണ്ണം ക്ലിയർ ആയില്ലേ? കമ്പോണൻസ് ബ്ലഡിന്റെ രണ്ട് ഘടകങ്ങൾ ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? RBC പറഞ്ഞു, പ്ലേറ്റ്ലെറ്റും പറഞ്ഞു. ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ രണ്ടിന്റെ സയന്റിഫിക് നെയിം അവിടെ പറഞ്ഞു കേട്ടോ. അത് രണ്ട് നോട്ട് ചെയ്തെല്ലാം. റെഡ് ബ്ലഡ് RBCയുടെ ഏതാ? എറിത്രോസൈറ്റ്സ്. പ്ലേറ്റ്ലെറ്റിന്റെ ഏതാ? ത്രോംബോസൈറ്റ്സ്.
thrombocytes. Okay, THROM, PO, CYTS. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടെക്സ്റ്റിൽ ഇമ്പോർട്ടൻസ് തന്നെ എഴുതി വെക്കാം കേട്ടോ. ഓക്കെ, എല്ലാവരും ഇത്രയും പഠിപ്പിച്ച അത്രയും ഇന്ന് തന്നെ വായിക്കണം. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു, നമ്മൾ റെഗുലർ ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് പോകണം. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാ ദിവസവും എടുക്കുന്നത് അന്ന് തന്നെ വായിച്ചു വെക്കുക, മനസ്സിലാക്കി വെക്കുക. ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിയർ ആവാതിരിക്കോ, എന്തെങ്കിലും ബുദ്ധിമുട്ടോ തോന്നുന്നുണ്ടോ, ഫോളോ ചെയ്യാൻ പറ്റാതെ പോകുന്നുണ്ടോ, ക്ലിയർ ആണോ? ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ ക്ലാസ്? എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിലൊക്കെ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്തിടുക, മാം ഒന്നുകൂടി പറയാമോന്ന്. അപ്പൊ അതിനനുസരിച്ച് ഒന്നുകൂടി പറഞ്ഞു തരും. പറഞ്ഞില്ല, ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എത്ര പ്രാവശ്യം പറയുന്നതിനും ഒരു ബുദ്ധിമുട്ടില്ല. നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന എല്ലാ കുട്ടികളും മനസ്സിലാക്കി നമ്മൾ ക്ലിയർ ആക്കി പോവുക. നമുക്കൊരു ഓർഡർ വേണം നമുക്ക്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ക്ലാസ്സുകൾ നമ്മുടെ ലൈവിൽ കയറാൻ പറ്റുന്നവർ കയറുക, ക്ലാസ്സുകൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുക. അന്നൊന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ വായിച്ചടിക്കുക. ഇനി നമ്മൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അതെന്ന് വെച്ചാൽ ആ ടേബിൾ എഴുതിക്കൊണ്ടാണ്. പക്ഷെ ആ ടേബിൾ മിസ് ചെയ്യാൻ പറ്റില്ല. അതിന് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കും. ആ 4 നമ്മൾ 5 ഇത് വരച്ചില്ലേ, ടെക്സ്റ്റ് കിട്ടും കേട്ടോ. അടുത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ടെക്സ്റ്റ് ഇല്ലാത്തവര് നിങ്ങളൊന്ന് എന്താ പറയാ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടിയവരൊന്ന് ഷെയർ ചെയ്യാനോ എന്തെങ്കിലും ഒന്ന് പറയും. വാട്സപ്പ് ചെയ്താൽ മതിയല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യും തൽക്കാലത്തേക്ക്. അല്ലെങ്കിൽ നിങ്ങളിപ്പോ നോട്ട് ചെയ്യുന്നില്ലേ, നോട്ട് ചെയ്തെടുക്കുന്നില്ലേ, നിങ്ങൾക്ക് ടെക്സ്റ്റ് ഇവിടെ നിന്ന് കിട്ടും. ഓക്കെ, ടെക്സ്റ്റ് കിട്ടും. അതുകൊണ്ട് അത് ആരും പേടിക്കണ്ട. ഇച്ചിരി ദൂരമൊക്കെ ആയതുകൊണ്ടായിരിക്കും ടെക്സ്റ്റ് കിട്ടാത്തത്. അടുത്ത് തന്നെ കിട്ടും. ഇപ്പൊ തൽക്കാലം ക്ലാസ്സിൽ ഒന്ന് നോട്ട് ചെയ്യണ്ടല്ലോ, നോട്ട് ചെയ്യുന്ന കാര്യങ്ങളും നോക്കിയെടുക്കുക കേട്ടോ. അപ്പൊ പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. ഗ്രൂപ്പുകൾ നമ്മൾ പറഞ്ഞു, പിന്നെ RH ടൈപ്പ് പറഞ്ഞു, പിന്നെ അതിനകത്ത് ഏതൊക്കെ ഇതാണ് നമ്മൾ ബ്ലഡ് ബാങ്കിൽ നോക്കുന്നത്, കമ്മ്യൂണിക്കേറ്റഡ് ഡിസീസിന്റെ അത് പറഞ്ഞു. പിന്നെ നമ്മൾ 2 തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂവൻസ് ബ്ലഡിലെ കമ്പോണന്റ് RBC, പ്ലേറ്റ്ലെറ്റും ആണ് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇത്രയും പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ. നെക്സ്റ്റ് ടീച്ചർ ഇപ്പൊ ജോയിൻ ചെയ്യൂ കേട്ടോ.